ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താൽ ഒരു നിമിഷം എല്ലാ കണ്ണുകളിലും കാണുക. സ്വർഗീയ പിതാവേ, ഇങ്ങയുടെ സാന്നിധ്യം അപ്പാ ആലയത്തെ നിറയ്ക്കേണ്ടതിന്, ജനത്തിന്റെ ഹൃദയം അങ്ങയുടെ ആത്മാവിൽ സ്വാധീനിക്കപ്പെടേണ്ടതിന്, അങ്ങയുടെ ആത്മാവിൽ ഉറച്ചിരിക്കേണ്ടതിന്, ഹൃദയങ്ങൾ പരിവർത്തനം ചെയ്യപ്പെടേണ്ടതിന് കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തിനായി അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്തറിയുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആഴങ്ങളെ ഇളക്കുവാൻ തക്കവണ്ണം ഈ വചനങ്ങൾ ഞങ്ങളുടെ അകത്ത് പ്രവേശിക്കുമാറാകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ആമേൻ. ഒരു വാക്യം നമുക്ക് വായിക്കാം. എല്ലാവരും സന്തോഷത്തോടെ ഉല്ലാസത്തോടെയും ആയിരിക്കാം. ഹല്ലേലൂയ. ഫ്രീ ആയിട്ടിരിക്കണേ. ചില ഹൃദയത്തിനകത്തേക്ക് പ്രവേശിക്കേണ്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പറയുക. ആമേൻ. വെളിപ്പാട് പുസ്തകം 21:1 മുതൽ വായിക്കാം. 21:1 മുതൽ 5 വരെ വായിച്ച. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനാൽ അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടി ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. മതി. അവൻ അവരോട് കൂടെ ഇരിക്കും. ദൈവം മനുഷ്യനോടുകൂടെ ഇരിക്കുമോ? ഇരിക്കും. ഇരിക്കോ ഇല്ലേ? എന്താണ് തെളിവ്? യേശു കൂടെ നടന്ന കാര്യമൊന്നും പറയണ്ട. ഇപ്പൊ ഞാൻ ചോദിക്കുന്നു, ദൈവത്തിന് മനുഷ്യരോടുകൂടെ ഇരിക്കാൻ സാധിക്കും? സാധിക്കും. തിരുവെഴുത്ത് അങ്ങനെ പറയുന്നു. ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സെറാഫുകളുടെ നടുവിൽ ഇരിക്കാനല്ല. ഈ കല്യാണത്തിനൊക്കെ മുമ്പ് തോന്നിയതുപോലെയൊക്കെ നടക്കും. മലകളും കുന്നുകളും കയറിയിറങ്ങിയൊക്കെ നടക്കും. ഏത് ഹോട്ടലിൽ പോയാലും പാർക്കാം, ഒറ്റമുറിയിലും പോയി കിടക്കാം, ഒന്നുമില്ലെങ്കിലും നിലത്ത് പായ വിരിച്ചും കിടക്കാം. പക്ഷെ ആ കാലം കഴിഞ്ഞതിന് ശേഷം, 2-3 മക്കളൊക്കെ ആയതിനു ശേഷം തോന്നിയ വാസം നടക്കുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ല. ഞാൻ ആലോചിക്കാറുണ്ട്, കർത്താവേ, ആ പഴയ കാലത്ത് ഇങ്ങനെ പാറിപ്പറന്ന് നടന്നതുപോലെ കേരളത്തിന്റെ പല ജില്ലകളിൽ കൂടെയും മലകളിൽ കൂടിയും കുന്നുകളിൽ കൂടിയും ഒക്കെ കയറി ഇറങ്ങി സാഹിത്യം പറഞ്ഞ് നടന്നതുപോലെ ഇപ്പൊ നടക്കുമെന്ന് അങ്ങനെ ആഗ്രഹിക്കാന്നുള്ളല്ലോ. ഒതുങ്ങേണ്ടവൻ ഒതുങ്ങേണ്ടുന്ന സമയത്ത് ഒതുങ്ങിയേ പറ്റും. ഇപ്പൊ ഞാനിപ്പോ ഒരു യാത്ര ആരംഭിച്ചാലും എന്റെ കൂടെ എന്റെ മക്കൾ ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കും. സ്വാഭാവികമായിട്ട് ചിന്തിക്കും. ഒറ്റയ്ക്ക് പോണ അപ്പന്മാരുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ഒരുവിധം സ്നേഹമുള്ള അപ്പന് മക്കളെ കൂടാതെ ഒന്നിരിക്കാൻ പറ്റത്തില്ല. പലരും വിചാരിക്കേണ്ട, ഈ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ അമ്മമാര് കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പന്മാര് കല്ലുപോലെ നിൽക്കും. യഥാർത്ഥത്തിൽ കരയുന്ന അപ്പന്മാര്. മറ്റേത് വെറും കള്ള, ഇത് പോയി മാറണം, പോയി കിട്ടിയല്ലോ, ഇനി വേണം ഒന്ന് സ്വസ്ഥതയായിട്ട് എനിക്ക്, ഒരു കാന്തു പറഞ്ഞാലും ചെയ്യാതെ ആ വീട്ടിൽ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തിനി ആ വീട്ടിൽ എന്തെങ്കിലും കുരുവാലൊപ്പിച്ച് മടങ്ങി വരുമെന്നുള്ളതാണ് ഈ അമ്മയുടെ കരച്ചിൽ. അപ്പന്റെ കരച്ചിൽ അതല്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ ആരോട് പിണങ്ങരുത്, ഞാനൊരു അപ്പനായതെന്ന് പറയും. അപ്പന്റെ കരച്ചിൽ അങ്ങനെയല്ല. മക്കളോടുകൂടെ വസിക്കണമെന്ന് അപ്പൻ ആഗ്രഹിക്കും. മക്കളെ വിട്ട് ദൂരയാത്ര ദൂരദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കത്തില്ല. ഭാര്യയെ വിട്ട് ഭർത്താവിനെ വിട്ടൊക്കെ ദൂരദേശത്ത് യാത്ര ചെയ്യാം. പക്ഷേ മക്കളിലൊരു വികാരമാണ്.
ഭാര്യ ഭർത്താവ് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ ഭർത്താക്കൾ ശ്രീമാനോട് ചോദിക്കാൻ ഭാര്യ ഒരു വികാരമാണെന്ന് പറഞ്ഞാൽ, ഭാര്യ ഒരു ഇതാണെന്ന് പറഞ്ഞാൽ പറഞ്ഞു ശ്രീമാൻ നിങ്ങൾ പറയരുതെന്നേ പറയത്ത. വികാരം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വികാരമല്ല ഞാൻ. സഞ്ജുനോട് ചോദിക്കുകയാണ്, സഞ്ജു ഭാര്യ ഒരു നൊസ്റ്റാൾജിയാണെന്ന് ചോദിച്ചു മാറി നിന്ന് സംസാരിക്കാത്തതാണ്. അതുപോലെ ഇവിടെ ചോദിച്ചാലും എന്ത് തന്നെ പറയും, ഭർത്താവ് ഇതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടുപോയി, നമുക്ക് ഇനി കാര്യമൊന്നുമില്ല, ഇതിലും നല്ലത് എനിക്ക്, ഇതൊക്കെ വിചാരം. പക്ഷേ തൻ്റെ രക്തത്തിൽ പിറന്ന മക്കളെ കുറിച്ച് അങ്ങനെ പറയുകയല്ല. ഏതെങ്കിലും ഒരു കുഞ്ഞിന് കുറവുണ്ടെങ്കിൽ കൂടുതൽ സമയം ഇരിപ്പാൻ, അതിനുവേണ്ടി ചെലവഴിപ്പാൻ, തന്റെ യാത്രകൾ മാറ്റിവെപ്പാൻ ഒക്കെ ഈ അപ്പന്റെ ഹൃദയം തയ്യാറാവും. ഹല്ലേലൂയ. പിന്നെ ഈ പറഞ്ഞ് തേക്കിൻ കാടിന്റെ ഇടയിൽ കൂടെ നടന്നതൊക്കെ അങ്ങ് വേണ്ടാന്ന് വയ്ക്കും. ഹല്ലേലൂയ. ഏതെങ്കിലും കൊച്ചുമുറിയിൽ പാർത്തത് വേണ്ടാന്ന് വയ്ക്കും. കാരണം ഏത് തട്ടുകടയിൽ നിന്നും ദോശ കഴിക്കാൻ പറ്റിയാല എടുക്കുമ്പോൾ ഓർമ്മ വരും, ഓ പിള്ളേർ കഴിച്ചോന്ന്, പോവാൻ വീട്ടിൽ പോയി കഴിക്കാം. ഞാനിത് പറയാനുള്ള കാരണം, ഇപ്പൊ നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് ഇങ്ങനെ ഒരു വാക്യം എഴുതിയിരിക്കുന്നു, തന്റെ ജനത്തോടുകൂടെ പാർപ്പാൻ വസിപ്പാൻ ആഗ്രഹിക്കുന്ന അപ്പൻ. ഹല്ലേലൂയ. ഈ കുടുംബം എന്നുള്ള വ്യവസ്ഥയ്ക്കകത്ത് കല്യാണം കഴിക്കാൻ ചിലർ ഇങ്ങനെ കൊതിയോടെ നടക്കുന്നുണ്ട്, എന്റെ കല്യാണം എന്നാകും, എന്റെ കല്യാണം എന്നാകും, നാളെയാണോ മറ്റന്നാളാണോ. അപ്പൊ അവരോട് എത്ര നമ്മളിപ്പോ അത് കുറച്ച് വൈകി മതി എന്ന് പറഞ്ഞ് സമ്മതിക്കുമോ? എനിക്കറിയാം, ഒരു സഹോദരിക്ക് 26 വയസ്സായപ്പോഴേ പറയുകയാണ്, ഇനി മൂക്കി പല്ലൊന്നിലാണോ എന്റെ കല്യാണം നടത്താതിരിക്കുന്നത്, ആരായാലും മതി എന്ന് പറഞ്ഞിട്ടാ ഇറങ്ങി അങ്ങ് പോയത്. നല്ല ആലോചനകളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ ഒന്നൊരു ആലോചനയിൽ കയറി കൊത്തിട്ടു. ഇപ്പൊ പറയുകയാണ് വേണ്ടായിരുന്നു, അപ്പൻ നല്ല ആലോചന വേറെ തരുമായിരുന്നു എന്നൊക്കെ. കുടുംബം ദൈവത്തിന്റെ ഒരു വ്യവസ്ഥയാണ്. ഹല്ലേലൂയ. ചിലതിനെ നന്നാക്കാൻ ചിലത് തന്നെ വരണം. നമ്മളറിയാതെ ഉറങ്ങിക്കിടക്കുന്ന ചില കാര്യങ്ങളെ രാഗി മിനുക്കണമെങ്കിൽ തക്ക തുണ വേണം, ഒത്ത മക്കളും വേണം. ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുടുംബ വ്യവസ്ഥയ്ക്കകത്ത് ഇതൊക്കെ ദൈവം അങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകത എന്തറിയാം, അവര് വളരെ നിസ്സാരമായ കാര്യങ്ങളെ അതിനിടയിൽ ഒന്നും അവതരിപ്പിച്ചു. ശരിയല്ലേ? നമ്മൾ ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ അടുക്കൽ പോയി എങ്ങനെ വെടിവെക്കാം, എങ്ങനെ അത് ചെയ്യാം, എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊച്ചു പിള്ളേർ വന്നിട്ട് എന്ത് പറയാം, എന്റെ പാവ കണ്ടായിരുന്നു, എന്റെ വണ്ടിയുടെ വീൽ എവിടെ പോയെന്ന് നമ്മൾ ആ ടെൻഷൻ കയറി ഇരിക്കുമ്പോൾ ഇത് മനസ്സിലാക്കാത്ത അപ്പൻ എന്ത് പറയുന്നത്, കയറി പോടാ അതിനകത്ത്, അങ്ങോട്ട് പോടാ ഇങ്ങോട്ട് പോടാ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും. ശാന്തമായി ഒന്ന് ചിന്തിച്ചു, നീ ഊതി വേർപ്പിച്ചിരുന്നതിനെ പതുക്കെ ഒറ്റ ഒരു വീലിന്റെ പേരും പറഞ്ഞ് അവൻ കുത്തി നോക്കി വിട്ട് പുറത്താക്കിയില്ലേ? ഹല്ലേലൂയ. പിന്നെ ക്ഷമിക്കാൻ പഠിപ്പിച്ചില്ലേ? ഇത് വേറെ വല്ലതുമായിരുന്നെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിരിക്കാമായിരുന്നു. ഇത് വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? ഹല്ലേലൂയ. നമ്മൾ വൃത്തിയാക്കി വെച്ചാലും അല്പം കഴിയുമ്പോൾ അവരെല്ലാം നീറ്റാക്കി വെച്ചിരുന്നു. ആഴ്ചയിലും മാസത്തിലും ഒക്കെ വൃത്തിയാക്കി വെച്ചത് ഇപ്പൊ ഡെയിലി വൃത്തിയാക്കിയാൽ അവൻ പഠിപ്പിക്കും, വൃത്തി പഠിപ്പിക്കും, കുളിക്കാൻ പഠിപ്പിക്കും, പല്ല് തേക്കാൻ പഠിപ്പിക്കും. ഹല്ലേലൂയ. ഈ അടുത്ത ദിവസം ഞാൻ ജോഷിനോട് പറഞ്ഞു, വാ കാപ്പി കുടിക്കാം, പപ്പ പല്ല് വെച്ചോ. ശരിയാണ്, ഞാനും പല്ല് വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ പല്ല് വെക്കാൻ ഒരുമിച്ചങ്ങ് പോയി. ഇതിനി ആ വാക്യം ഒന്ന് വായിച്ചു. ബൈബിളിൽ കാര്യമുണ്ട്, സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണം. ഇനി 1000 കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്താലും 1001 നിൽക്കുന്ന യുവാവും യുവതിയും കാണുമ്പോൾ ഐ ലവ് യു പറയും, അവര് കുടുംബമാകാൻ ആഗ്രഹിക്കും. ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തോറ്റവൻ തോറ്റുപോയിക്കോട്ടെ, ഞങ്ങൾ ജയിക്കും. കാരണം ഇത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. കുടുംബങ്ങൾക്കകത്ത്, കുടുംബ ജീവിതങ്ങൾക്കകത്ത് ക്രിസ്തു ഇല്ലായെങ്കിൽ അത് പരാജയമാണ്. 127 സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ പണിയുന്നു. വൃഥാ പണി ഒരുപാടുണ്ട്. ഒരു കാര്യം നമ്മൾ സമ്മതിക്കണം, കാര്യം എങ്ങനെ പൈസ ചെലവാക്കണമെന്ന് നമുക്കറിയത്തില്ല. ഉള്ളതാണോ അല്ലേ? ഒരാളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് നമുക്കറിയാം. അതിനുവേണ്ടി പ്രത്യേക ട്രെയിനിങ് നടത്തി അതിനൊരു കോഴ്സ് ഉണ്ടല്ലോ, ഈ കൗൺസിലിങ്ങിനെ പഠിപ്പിക്കുന്ന ആ കോഴ്സിന്റെ പേര് സൈക്കാട്രിസ്റ്റ്. അവന്മാർക്ക് ബോധമില്ല.
നിങ്ങൾ സൈക്കോളജിനെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് ആ ഏരിയ പോകരുത്. അവധി ബോധം കെട്ടിരിക്കുന്നത് സാഹിത്യം പോലെയാണ് സൈക്കോളജി. എന്നാലും പറയും ഇതൊരു ശാസ്ത്രശാഖയായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവിനെ കൂടാതെയുള്ള വീട് പണിയൊക്കെ വെറും വേസ്റ്റാണ്. ഞാൻ പറഞ്ഞതിനോട് എത്ര ഒരു യോജിക്കും. നന്നായിട്ട് ചിരിച്ചിട്ട് എത്ര നാളുകളായി നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ചിരിക്കുന്നതാണ് ഏറ്റവും നല്ല ചിരിയാണ്. എന്ത് ചിരിയാണ്? അട്ടഹാസ ചിരി, പൊട്ടിച്ചിരി, കൊലച്ചിരി, പിന്നെ പുഞ്ചിരി. അതെന്തേ പോയി. നമുക്ക് ഇഷ്ടമുള്ളവരെയും തോന്നുന്നവരെയും കണ്ടാൽ അത് അപ്പൊ തന്നെ നിങ്ങളത് ചോദിച്ചു നോക്കുക. പിന്നെ ഇരുന്ന് പറയും, എൻ്റെ ഹൃദയം വ്യാകുലപ്പെടുന്നു, എൻ്റെ ഹൃദയം ഇങ്ങനെ ആയിരുന്നില്ല, എൻ്റെ ഹൃദയം ആരെ കണ്ടാലും ചിരിക്കുമായിരുന്നു, ഇപ്പോൾ ഞാൻ ചിരിക്കാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞത് എന്നോട് ആരും യുദ്ധത്തിനൊന്നും വരണ്ട, ഉള്ളതായി പറഞ്ഞു. ഈ കണ്ണൂരിൽ ഒരിക്കൽ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ 3 ദിവസത്തെ ഒരു പ്രോഗ്രാമിന് പോയതാണ്. 3-ാം ദിവസം ആ ശുശ്രൂഷയില് ഫാമിലി കൗൺസിലിംഗ് ശുശ്രൂഷയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഉച്ചയ്ക്ക് 3 മണിയായ സമയത്ത് പറഞ്ഞു, നമ്മൾ മീറ്റിംഗ് അവസാനിക്കാൻ പോവാണ്. കുടുംബം മാത്രമേ ഉള്ളൂ, ഭാര്യ ഭർത്താക്കൾ മക്കളെ പോലും അതിനകത്ത് കയറ്റിയില്ല. അപ്പൊ ഇപ്പൊ ഒരു 5-10 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി ഭർത്താവുമായി കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ പാടില്ല. കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ പാടില്ല. ഇതും പറഞ്ഞുകൊണ്ട് അവള് വരും. അപ്പൊ ഇവരെല്ലാം ആദ്യം എന്തെങ്കിലും നോക്കിയിട്ട് സന്തോഷത്തോടെയും നിരാശയോടും കൂടെ പോയി. ഒരു പാർട്ടിയുടെ ഭർത്താവ് ആ സമയത്ത് നിന്നുകൊണ്ട് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് അവള് ഭയങ്കര ദുഃഖത്തിലിരുന്നു. ഇപ്പോഴെങ്കിലും കണ്ണുകളിൽ നോക്കി സംസാരിക്കാമായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോ അവിടുത്തെ പാസ്റ്ററും അവിടുത്തെ കുറെ അവരൊക്കെ പറയാണ്, ഞങ്ങളുടെ ജീവിതത്തിനകത്തൊരു വ്യത്യസ്ത അനുഭവമായിരുന്നു. എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ ഞാൻ ഇങ്ങനെ ഇത്രയും സൂക്ഷ്മതയോടെ കല്യാണത്തിന്റെ അന്ന് പോലും നോക്കിയിട്ടില്ല. നോക്കിയിരുന്നെങ്കിൽ കിട്ടത്തില്ല. ഇപ്പൊ നേരെ ഒന്ന് നോക്കിയപ്പോഴാണ് സ്നേഹം വന്നത്. ഹല്ലേലൂയ, ആമേൻ. കുടുംബങ്ങൾക്ക് പേര് വരുവാൻ കാരണമായത് കർത്താവാണ്. അതുകൊണ്ട് ഇന്ന് സഭ പറയണം, എൻ്റെ കുടുംബം യേശു പണിയണം. നിരാശപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ഒരിക്കലും ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ട് ഭയങ്കര കറുപ്പ്, എന്നെക്കാളും ഇരട്ടി കറുപ്പ്, ഭയങ്കര കറുപ്പാണ്. ഓരോ 3-4 പല്ലും ഇങ്ങോട്ട് നിൽക്കുന്നു, പല്ലും തള്ളി നീക്കും. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ സൃഷ്ടിയെ ഇങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. എന്നാലും നമ്മൾ ആ മനുഷ്യനെ കാണുമ്പോൾ ഇന്നിങ്ങനെ ചിന്തിച്ചു. പക്ഷെ ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ, ഇതേ മനുഷ്യനെ പല ദിവസം കണ്ടിട്ടുണ്ട്, ഒരു ദിവസം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ കെട്ടി അന്തം വിട്ടു. വളരെ സുന്ദരിയായ ഒരു ഭാര്യ. അപ്പൊ ഞാൻ കർത്താവിന്റെ ഒരു പരിപാടികൾ, കർത്താവ് കുടുംബത്തെ മെനച്ചു വെക്കുന്നത് കണ്ടിട്ട്, നമ്മളാരും ഹവ്വയെ കണ്ടിട്ടില്ല, ആദമിനെ കണ്ടിട്ടില്ല, പക്ഷെ അവർ ഭയങ്കര സ്നേഹത്തിലായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ അനന്യാസിനെ കണ്ടിട്ടില്ല, സമീറെ കണ്ടിട്ടില്ല, ഭയങ്കര ലവായിരുന്നു. 127-ാം സങ്കീർത്തനം പറയുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ. അപ്പൊ ഈ വിവാഹം കഴിയാത്തവർക്ക് എന്തോന്ന് വീട് പണിയണം? നിനക്ക് വലിയ റോളുണ്ടെന്ന് അതിനകത്ത്. മക്കളെ, നിങ്ങൾക്ക് റോളുണ്ട്. ഇപ്പൊ റോളില്ലെങ്കിൽ നിങ്ങളെ മക്കൾ പഠിപ്പിക്കും. ആമേൻ. ആ ഭാഗം പറഞ്ഞിട്ട് അവിടെ വിടുന്നു, എന്റെ ഭവനം യഹോവ പണിയണം. ആമേൻ. എല്ലാവരും ഒന്ന് പറയാവോ? എന്റെ ഭവനം, എന്റെ കുടുംബജീവിതം, എന്റെ ഭവനം യേശു പണിയണം. ഞാൻ തമാശയ്ക്ക് പറയല്ല. ദേശത്ത് കർത്താവിന്റെ അടുക്കൽ വന്ന രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ കുടുംബം ഒരിക്കലും തകർന്നു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. നമ്മൾ ചുമ്മാ പിശാചിനെ ശാസിച്ചും പിന്നെ ഭൂതോച്ചാടന മന്ത്രങ്ങൾ ഉച്ചരിച്ചും ഒക്കെ, അത് പെന്തക്കോസ്തുകാർക്കുണ്ടാവും അങ്ങനത്തെ ഉച്ചാടനം. ഇങ്ങനെയൊക്കെ പല പരിപാടികളൊക്കെ ശാസ്ത്രീയൊക്കെ നടക്കും. മാറേണ്ടത് മാറിയ ഒരു കുഴപ്പമില്ല. വെളിച്ചത്ത് നിന്ന വെട്ടം കിട്ടും, ഇരുട്ടിൽ നിന്ന ഇരുട്ടടിക്കും, കാറ്റത്ത് നിന്ന കാറ്റടിക്കും. വെട്ടത്ത് വന്ന് നിൽക്കാൻ എത്രവർക്ക് മനസ്സുണ്ട്? യഹോവ വെളിച്ചമാകും. വെളിച്ച ദൂതന്മാരും ഉണ്ട്. അതുകൊണ്ട് പരിജ്ഞാനത്തോടെ വേണം എവിടെ നിൽക്കാൻ. കർത്താവ് ഇന്ന് പറയണം, എവിടെയൊക്കെ ഞാൻ തകർക്കപ്പെട്ട് കിടക്കുന്നു, എവിടെയൊക്കെ എൻ്റെ ജീവിതത്തിനകത്ത് വിള്ളലുകൾ വീണോ. ഹല്ലേലൂയ. ഒരു രസകരമായ സംഭവം പറയാം. ഈ കഴിഞ്ഞ ദിവസം എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാനും അനിയും കൂടെ വഴക്കുണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട കാപ്പി, വേണ്ട ദോശ, വേണ്ട. അപ്പൊ 2 മക്കളും കൂടെ മാറി ഭയങ്കര ചിരിയാണ്. നോക്കിയോടാ ജോഷു ഇത് കണ്ട. അത് അല്പം കഴിയുമ്പോൾ ഇവർ 2 പേരും കൂടെ വന്നിട്ട് എന്ത് ചെയ്യും? പപ്പ ദോശ കഴിക്കും, അമ്മ ദോശ ഉണ്ടാക്കി കൊടുക്കും. അപ്പോ ഈ പിണങ്ങിയെന്ന് വിചാരിച്ചാൽ അത് തെറ്റി.
അതൊരു പിണക്കം. കുഞ്ഞുങ്ങൾ പറയുക, സാക്ഷ്യമാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് ചില കുരിപ്പുകൾ കുരുത്തു വരുന്നത് നല്ലതിനാണ്. ചിലർക്ക് ഒന്നേ ഉള്ളൂ എന്ന് കരുതി പേടിക്കാനും വേണ്ട, ഒന്ന് മതി. അതൊക്കെ അതുപോലത്തെ ഒന്ന് മതി. അതൊക്കെ നന്നാക്കി കളയുന്നു. പൈസ സേവ് ചെയ്യാൻ പഠിപ്പിക്കും, ചെലവാക്കാൻ പഠിപ്പിക്കും, നല്ല ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കും. ചില കള്ളിമാരുണ്ട്, ഭക്ഷണം ഉണ്ടാക്കിയാൽ ഈ കൊച്ചു പഠിപ്പിക്കും. മനസ്സിലാകുന്നുണ്ടോ? നല്ലൊരു ഭക്ഷണം ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കാത്ത അമ്മമാരോടും ഭാര്യമാരോടും പറയും, നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് നിങ്ങൾ പഠിക്കണം. വീട്ടിൽ നിന്ന് കഴിക്കാത്ത ഭർത്താക്കന്മാരോട് പറയും. അതും പറഞ്ഞ് അവിടെ വിടുന്നു. ഒരാൾക്ക് വായിക്കാം 127 സങ്കീർത്തനത്തിന് 3 വാക്യം. അതുകൊണ്ട് വിവാഹം കഴിക്കാൻ ഇരിക്കുന്നവരോട് പറയുന്നു, യേശു പണിയണം. എന്റെ ഭവനം യേശു പണിയണം, എന്റെ വീട് യേശു പണിയണം. അപ്പോ ഭവന പ്രവേശനത്തിനകത്ത് ആദ്യം കടന്നു വരേണ്ടത് കർത്താവാണ്. ഹല്ലേലൂയ. പഞ്ചായത്ത് മെമ്പർ ഒന്നുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. പ്രധാനമന്ത്രി എന്റെ വീട്ടില് ഇതിന് വരുന്നുണ്ട്, കൊച്ചെ ഇവിടെ ശ്രദ്ധിക്കും, ഇവിടെ ശ്രദ്ധിക്കും, വന്നിരുന്നിട്ട് അങ്ങോട്ട് ഇത്ര സമയം എന്റെ കൂടെ അല്ലായിരുന്നു കൊച്ചു. അതവിടെ മിണ്ടാതെ ഒഴിക്കുകയില്ല. അതിന് അവിടെ നിന്ന് വിളിച്ചു, ഒന്നുമില്ല, അപ്പനാവിങ്ങനെ അറിയാം, അതവിടെ പറഞ്ഞ് വിങ്ങിപ്പിക്കരുത്. അത് അവിടെ വരും, ഡോണ്ട് വറി. ഇപ്പൊ ഇത് ശ്രദ്ധിക്കേ, വളരെ ഗുണകരമായ ഒരു കാര്യം പറയാം. 127 സങ്കീർത്തനം. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ ഭവനം യേശു പണിയണമെന്ന് ആഗ്രഹിക്കുന്നത്, വിവാഹം കഴിക്കാൻ പോകുന്നവരും ഒരു ഭവനത്തിൽ പ്രവേശിക്കുന്നവരും ആദ്യ സ്ഥാനം ദൈവത്തിന് കൊടുക്കും. ഹല്ലേലൂയ. പണ്ടേയുള്ള കഥകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആ 3 വാക്യം ഒന്ന് വായിച്ചട്ടെ. 127. മക്കളെ നിങ്ങൾ രണ്ടു കഴിഞ്ഞു, അതെവിടെ വന്നിരുന്നു? ഇങ്ങോ ഇങ്ങോട്ടോ, അപ്പൂപ്പന്മാരെ പോലെ അവിടെ ഇരിക്കുക. ഇങ്ങോട്ട് വന്നേ. എന്താ ഇരട്ടകളാണോ? ഞാൻ ആ ചേട്ടന്മാരുടെ ഇടയിൽ ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ചോണ്ടിരിക്കും. ഹല്ലേലൂയ. യഹോവ വീട് പണിയാതെ പണിയുന്നവർ ഈ വചനത്തോട് നിങ്ങൾ പൊരുത്തപ്പെടുമോ? നമ്മൾ പറയാം അവരെ നോക്കി ഇവനെ നോക്ക്, ഇങ്ങനെ ജീവിക്കണം നോക്ക്. ദൈവം ഈ കമ്പാരിസൺ അങ്ങ് നിർത്തി. നമുക്ക് ഭയങ്കര കമ്പാരിസൺ ആണ്. അവർ പ്രാർത്ഥിക്കുന്നതും ദൈവസന്നിധിയിൽ പോകുന്നതും നമ്മൾ കണക്കിടില്ല. അവർ ജീവിക്കുന്ന വിഷൻ മാത്രമേ കാണത്തുള്ളൂ. ആമേൻ. അടുത്ത വാക്യം വായിച്ചേ. അപ്പൊ എന്റെ പട്ടണത്തെ, എന്റെ ഭവനത്തെ യേശു കാക്കുമോ ഇല്ലേ? വിശ്വസിച്ചവരോടും ദൈവത്തിന്റെ അടുക്കൽ വരുവാൻ മനസ്സുള്ളവരോടും പറയുന്നു, സിൻസിയർ ആയിട്ടാണ് നിന്റെ വിശ്വാസമെങ്കിൽ, കളവില്ലാത്ത വ്യാജഭാവത്തോടെ അല്ല ദൈവത്തിന്റെ അടുക്കൽ വന്നതെങ്കിൽ, ദൈവം നിന്നെ ഒരു നാളും തള്ളിക്കളയുകയും. ഹല്ലേലൂയ. നിന്റെ വീടിനകത്ത് കള്ളം കയറാൻ വന്ന ദൈവം കാണും. ദൈവം അത് നിനക്ക് കാണിച്ചു തരും, വിളിച്ചു പറഞ്ഞു തരും, ദർശനത്തിൽ കാണിച്ചു തരും കള്ളം കയറിയിട്ടുണ്ടോ. അപ്പൊ നമ്മൾ ചോദിക്കും, കള്ളം കയറാതിരുന്നൂടായിരുന്നോ? നീ സൂക്ഷിക്കണം, വാതിലടയ്ക്കേണ്ടത് നീയാ. ഹല്ലേലൂയ. വാതിൽ തുറന്നു കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ കള്ളം കയറും. നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം. ഞാൻ ഒരിക്കൽ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു, കർത്താവേ, അല്ല, ഒരാൾ പറയുകയാണ്, ഈ മൊബൈൽ തരാതിരുന്നെങ്കിൽ എനിക്ക് വല്ല പ്രശ്നമുണ്ടോ? മൊബൈൽ തരും, പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആരാ തീരുമാനിക്കേണ്ടത്? ദൈവമാണ്, ഞാനാണ്. 50 കോൾ വരുമെന്ന് പറഞ്ഞാൽ 50 എന്റേതാണെന്ന് എന്തൊരു കരുതുന്നു? ഇപ്പൊ എന്റെ വീടിനകത്ത്, എന്റെ കുടുംബജീവിതത്തിനകത്ത് എനിക്കൊരു കർത്താവ് ഉണ്ടെങ്കിൽ, കർത്താവിന്റെ കാഴ്ചയുണ്ടെങ്കിൽ, ഒരു കള്ളൻ അതിനകത്ത് പ്രവേശിക്കുകയില്ല. ഒരു തകർച്ച വരുന്നതിനും അവൻ എനിക്ക് മുന്നറിയിപ്പ് തരും. ഞാൻ ബലഹീനനെങ്കിലും എന്റെ ദൈവം ബലഹീനനല്ല. ആമേൻ. വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ദൂതന്മാർ പാളയം ഇറങ്ങി കാക്കും എന്നൊക്കെ പറയുന്നത് ഭക്തന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെയല്ലയോ വചനം കിടക്കുന്നത്? നമ്മൾ കഴിക്കണമെന്ന് വിഷയം 91 സങ്കീർത്തനത്തിന്റെ 1 നിഴല് പോയിട്ട് ആ നിഴല് അടിക്കുന്നതിന്റെ ഏറിയെ പോയി നിൽക്കാതെയാണ്
കറങ്ങി നടന്നിട്ടാണ് പറയുന്നത്, അത്യുന്നതിന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്ന ഞാൻ ഭാഗ്യവാൻ. ഇല്ലെങ്കിൽ ഒന്നുമില്ല, ഒരാഴ്ച ഒന്ന് പരിശോധിച്ചു നോക്കും. ദൈവമായിട്ട് ചേരാൻ തുടങ്ങിയപ്പോഴായിരിക്കും പ്രശ്നം കൂടിയതാണ്. ചേട്ടന് പറയുന്നത് ഒന്നുമില്ല, കളർ പുറത്ത് വന്നേ ഉള്ളൂ. ഹല്ലേലൂയ, ആമേൻ. പറയണം, എന്റെ കുടുംബം യഹോവ പണിയണം, എന്റെ പട്ടണം ദൈവം കാക്കണം. മറ്റൊരു ഭാഗത്ത് കർത്താവിന്റെ ഒരു വാക്യമുണ്ട്, ഒരു പക്ഷി, മോനേടാ ശ്രദ്ധിച്ചിരിക്കും. ആമേൻ. ഞാൻ ചോദ്യം ചോദിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ചോദ്യം ചോദിക്കും. അമിത്തിനോടാ പറഞ്ഞു, ചോദ്യം ചോദിക്കും. ഒരു പക്ഷി വട്ടമിട്ട് പറന്ന് തന്റെ കൂടിനെ കാക്കുന്നത് പോലെ, കുഞ്ഞുങ്ങളെ കാക്കുന്നത് പോലെ യഹോവ സിയോനെ കാക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ വിശ്വസ്തയോടെ ഏൽപ്പിക്കുന്നുവെങ്കിൽ, വെള്ളം ചേർക്കാതെ ഏൽപ്പിക്കുന്നുവെങ്കിൽ, കള്ളം ചേർക്കാതെ ഏൽപ്പിക്കുന്നുവെങ്കിൽ, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ ബാധിക്കുകയും. ഇനി വായിച്ചേട്ടാ 3 വാക്യങ്ങൾ. പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. ചിലർ പറയാറുണ്ട്, ഞാൻ അധ്വാനിച്ച് എന്റെ കുടുംബത്തെ പുലർത്തും. എനിക്ക് വളരെ രസകരമായിട്ടൊരു സംഭവം തോന്നി. റിജി പറഞ്ഞൊരു സാക്ഷിയാണ്. റിജിയുടെ മുതലാളി എന്ന് വിളിക്കാതെ എനിക്ക് അറിയത്തില്ല, ഓണർ അല്ലെങ്കിൽ എന്താ പറയണ, കോൺട്രാക്ടർ പറയാണ്, ഒരു 6 വർഷം കൂടെ പണിതാ ഇപ്പൊ നിൽക്കുന്ന എന്റെ കടത്തിൽ നിന്ന് എനിക്ക് നിൽക്കാൻ പറ്റുമോ? എന്തിനാ നീ ജീവിക്കണേ? എന്തിനാ നീ ഈ പണിയണേ? കടം തീർക്കാം. ഹല്ലേലൂയ. ഇവൻ ഈ 6 വർഷവും ജീവിതം എന്തിനു കൊടുക്കുന്നു? ഇത്രയുള്ളൊരു ആമാശയം. 1 കിലോ അരി ഒരു ദിവസം വേണ്ട വീട്ടിലെത്തിക്കും. ഭാര്യയ്ക്ക് 2 മക്കൾക്കും കൂടി ഒരു 450 ഗ്രാം അരി ഇട്ടാൽ മതി. ഇത്രയത്തിന് വേണ്ടി ഇത്രയും അധ്വാനിച്ച് കോടികളുടെ പ്രൊജക്ടിന്റെ പുറകെ നടന്ന്, പിന്നെ ചാരത്തൊക്കെ മലകുത്തനൊക്കെ നടന്ന് പലതും പണിത്, എല്ലാം പണിത്, നാൾക്ക് നാൾ എന്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, വല്ലൊരു ബാലൻസ് ഉണ്ടോ റിജിയെ? ഹല്ലേലൂയ. ഇനി ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. വൃഥ അധ്വാനിക്കുന്നു. അടുത്തിരിക്കുന്നത് കരം കൊടുത്ത് പറയേ, വൃഥ അധ്വാനിക്കരുത്. വൃഥ അധ്വാനിക്കരുത്. ആമേൻ. ഹല്ലേലൂയ. ഇത് നിങ്ങൾ സമ്മതിക്കോ? വൃഥാധ്വാനം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. വൃഥാധ്വാനം ഉണ്ട്. അടുത്ത, എന്റെ പട്ടണത്തെ ആര് കാക്കണം? ഹല്ലേലൂയ. ഈ ഭയങ്കര ചാരക്കണ്ണുകളൊക്കെയുള്ള ഭയങ്കര സൈനിക ശക്തിയായ അമേരിക്കയുടെ 2 കെട്ടിടങ്ങളൊക്കെ ഈസി ആയിട്ടാണ് ഭീകരന്മാർ അടിച്ചു തള്ളിയിട്ടുള്ളത്. അപ്പോഴും താഴെ തോക്കും പിടിച്ചോണ്ട് ആര് നിൽപ്പുണ്ട്? പട്ടണ കാവൽക്കാരൻ നിൽപ്പുണ്ട്. പട്ടണത്തെ മറ്റന്മാര് ബോംബിട്ട് നിർത്തും. 6000-7000 പേരും മരിച്ചു. പല രാജ്യങ്ങളും നിലനിൽക്കുന്നത്, ഇസ്രയേല് നിലനിൽക്കുമ്പോൾ നമുക്ക് പിന്നെ ഇച്ചിരിയൊക്കെ അറിയാന്നുള്ളതുകൊണ്ട് നമ്മൾ പറയും യഹോവയുടെ ഇതാണ്. ഇത് അറിഞ്ഞൂടാത്തവന്മാർ എങ്ങനെ നോക്കിയിട്ട് നടക്കുന്നില്ല. ചുമ്മാ പോണ പിള്ളേരും നിറ തോക്കും വെച്ചോണ്ടാണ് കവരെ കൂടി ചായ കുടിച്ചോണ്ടൊക്കെ നിൽക്കും. നമ്മൾ വാള് കൊണ്ടുപോയാൽ പിടിച്ചാകത്ത്. ആ കൊച്ചു രാജ്യത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം ഇറങ്ങി നിൽക്കുന്നു. ഇവിടെ പറയുന്നുണ്ടോ, യഹോവ പട്ടണം കാക്കാതിരുന്ന. എന്നൊക്കെ യുദ്ധം നടത്തിയിട്ടുണ്ടോ? ഒരു തെങ്ങ് പിടിക്കാനായിട്ട് ശത്രു വരുമ്പോ 50,000 ഏക്കറുടെ തെങ്ങാണ് തിരിച്ചു കിട്ടുന്നത്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ പലതും നിന്റെ അടുക്കിലേക്ക് വരും. ദൈവം കൂടെ ഇല്ലെങ്കിൽ ചുവടിലെ മണ്ണ് ചോർന്നു പോകും. എത്ര പേർ വിശ്വസിക്കും? ഹല്ലേലൂയ. ഒന്നും വേണ്ട, കർത്താവ് ഉണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചൂടെ? എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ പോയി കരഞ്ഞു പറഞ്ഞൂടെ, അപ്പാ ഞാൻ വീണുപോയി, ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ, എന്നെ ഈ സങ്കടത്തിൽ നിന്നൊന്ന് വിടുവിക്കണമേ എന്ന് പറയാൻ ജീവനുള്ള ഒരു പിതാവ് എനിക്കുണ്ടെങ്കിൽ പറഞ്ഞൂടെ? ആമേൻ. അടുത്ത വാക്യം നോക്കിയേ. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നത്
ചിലരങ്ങനെ 24 hours ആണ് ഡ്യൂട്ടി. 25 മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ 25 hours ഡ്യൂട്ടി എന്ന് പറയും. ഞായറാഴ്ച കടമുള്ള ദിവസം പോലും എന്താണ്, നമ്മൾ ഡ്യൂട്ടിയിലാണ്. എന്നും ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞുതരാം. നെഹമ്യാവിന്റെ പുസ്തകം നടത്താട്ടെ. നെഹമ്യാവിന്റെ പുസ്തകം നെഹമ്യാവ് 13-ാം അധ്യായം. ഈ നെഹമ്യാവ് എന്ന ദൈവദാസൻ 2 പ്രാർത്ഥന ഉണ്ടായി. 1-ാം അധ്യായത്തിൽ ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥനയുണ്ട്, 13-ാം അധ്യായത്തിലും ഒരു പ്രാർത്ഥനയുണ്ട്. ആമേൻ. ഈ രാവിലെ ഇരിക്കുന്ന പരിപാടിയൊക്കെ നല്ലതാ, പ്രാർത്ഥിക്കാനെങ്കിലും എഴുന്നേക്കും. 2-ാമത്തെ പ്രാർത്ഥനയിലും അദ്ദേഹം കരഞ്ഞു പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവമേ, നിന്റെ പ്രവൃത്തിക്കായി ഞാൻ ചെയ്തതിനെ നീ ഓർക്കണമെന്നാണ്. ആമേൻ. ഞാൻ ഈ പറയുന്ന കടമുള്ള ദിവസം എങ്ങനെ ഉപയോഗിക്കണമെന്ന് വചനം പറയുന്നു. 13-ാം അധ്യായത്തിന്റെ 16 മുതൽ ഒന്ന് വായിച്ചാൽ. 16 അല്ല, 15 മുതൽ വായിക്കും. ആ കാലത്ത് ശബത്തിന്റെ ദിവസത്തിൽ, ശബത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയ നിയമത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു സൺഡേ എങ്കിലും ഒരു അല്പസമയം കുടുംബമായിട്ടും ഒരു അല്പസമയം ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇരിക്കുന്നത്. നമ്മൾ കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കണം. ഹല്ലേലൂയ. വേണമെങ്കിൽ 6 ദിവസം അധ്വാനിച്ചു. നീ അധ്വാന പ്രാന്തനാണെന്ന് ദൈവത്തിന് അറിയാം, ജോലി പ്രാന്തനാണെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് കർത്താവ് ഒരു ദിവസത്തെ നീക്കി വെച്ചിട്ട് പറഞ്ഞു, ഈ ദിവസം എങ്കിലും നീ എന്ത് ചെയ്യണം? ഈ ഉറക്കം വെച്ചില്ലായിരുന്നു. നിങ്ങൾ കിടന്നിട്ട് ഉറക്കം വരാത്ത എത്ര പേരുണ്ട്? ഒന്ന് കരകത്തുള്ളൂ. കിടന്നിട്ട് ഉറക്കം വരാത്ത എനിക്ക് വെറുതെ തോന്നിയതായിരിക്കും. ഇഷ്ടം പോലെ ഉണ്ട്. തൊട്ട് പറയണോ? കിടന്ന് തിരിഞ്ഞു കിടക്കുന്നു, മറിഞ്ഞു കിടക്കുന്നു, ആലോചിച്ച് കിടക്കുന്നു, എഴുന്നേറ്റിട്ട് ഉറക്കം വരുന്നില്ല, ക്ഷീണവുമില്ല. നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചോ? ഉറക്കം എന്നൊരു അവസ്ഥ ദൈവം വച്ചില്ലായിരുന്നെങ്കിൽ ഈ എഞ്ചിനൊക്കെ നിന്നേ. ഇരുട്ട് വെച്ചിട്ട് ഒരു 10:30-11 മണിവരെയൊക്കെ നിന്ന് ജോലിയൊക്കെ ചെയ്ത് 12-1 മണിവരെയൊക്കെ നിന്ന് ചെയ്തു. ഒരു 1:30 ആകുമ്പോൾ അറിയാതെ പോയി ഒന്ന് ചായ കുടിക്കാൻ ഇരുന്നതാ, അല്ലെങ്കിൽ ഒന്ന് കസേരയിൽ ഇരുന്നതാ. ഞാൻ ഈ ഒരു കഴിഞ്ഞ ദിവസം 4:30 എഴുന്നേറ്റെന്നുള്ളൊരു കുറ്റം ഞാൻ ചെയ്തുള്ളൂ. പോയിട്ട് ഇവിടെ ഒന്ന് ഇരുന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ 7:45 8 മണിയാകുമ്പോഴാണ് ചാടി എഴുന്നേറ്റ്. ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ ഇരുന്നതാണ്. 5 മിനിറ്റ് പ്രാർത്ഥിച്ചു, ബാക്കിയെല്ലാം ഉറക്കായിരുന്നു. ഹല്ലേലൂയ. ഉറക്കം ദൈവം വെച്ച മനോഹരമായ ഒരു കാര്യമാണെങ്കിൽ പറയുന്നു, ശബ്ബത്തും ദൈവം നിനക്ക് വെച്ച ഏറ്റവും സ്വസ്ഥതയുള്ള ഒരു സമയമാണ്. കുടുംബമായി ദൈവസന്നിധിയിലിരിക്കണം. അമ്മ, അപ്പൻ, മക്കൾ ദൈവസന്നിധിയിലിരിക്കണം ശബ്ബത്തിൽ. ഹല്ലേലൂയ. നിന്റെ പ്രവൃത്തികൾ ദൈവത്തിന്റെ മുമ്പാകെ കാണിക്കേണ്ടുന്ന ദിവസമാണ്. ദൈവത്തിന്റെ മുമ്പാകെ യാഗമർപ്പിക്കുന്ന ദിവസമാണ് ശബ്ബത്ത്. ദൈവം നിനക്ക് തന്നതിൽ നിന്ന് നല്ല അംശം തിരഞ്ഞെടുക്കുന്ന സമയമാണ്. അന്നെങ്കിലും ആമേൻ. എവിടെ 9 മണിക്ക് ആരാധന വെച്ചാൽ 11 മണിക്ക് വരും. 11 മണിക്കെങ്കിലും വന്ന് കിട്ടിയാൽ കൊള്ളാം. അന്നെങ്കിലും ഇനി വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. 15 മുതൽ. ശബ്ബത്തിൽ മുന്തിരിച്ചക്ക് ചവിട്ടുന്നത്. ഞാൻ ശനിയാഴ്ച ചവിട്ടി നിർത്തി, ഈ എഞ്ചിൻ ഓഫ് ആവുകയില്ല, ഷിഫ്റ്റ് വെച്ചാൽ അടി. രാവിലത്തെ 8 മണിക്കൂർ, വൈകുന്നേരം വേറൊരാൾ കമ്പനിയല്ലെന്ന് ഈ പറഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യനോട് ചോദിക്കുന്നു, നീ ശബ്ബത്തിലെങ്കിലും ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ അടുക്കൽ ഇരിപ്പാൻ മനസ്സ് വയ്ക്കുന്നു? അന്നും ഇന്നലെ ചെയ്തതിന്റെ ബാക്കി ഇത്തിരി കൂടെ ചവിട്ടാനുണ്ടെന്ന് പറഞ്ഞ് പോകരുത്. അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ചിലർ അന്ന് തന്നെ എന്ത് ചെയ്യും? ജോലി വയ്ക്കും. അന്ന് തന്നെ മുന്തിരിച്ചക്ക് ചവിട്ടും. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. നിങ്ങൾക്ക് ഞായറാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച എപ്പോൾ വേണമെങ്കിലും ജോലിക്ക് പോകാം. വചനമാണ് ഈ പറയുന്നത്. ഒരു ദിവസമെങ്കിലും കുടുംബമായിട്ടൊന്ന് ഇരിക്കാൻ ശ്രമിക്കുക, ദൈവസന്നിധിയിലിരിക്കുക.
അടി കൂടാനുള്ള ദിവസമല്ല. ഒരാഴ്ച കാലത്ത് അടിയും ബേളവും സങ്കടങ്ങളും എല്ലാം ഒന്ന് ഏറ്റുപറയും ദൈവത്തിന് മുമ്പാണ്. ഒരു അല്പനേരം ദൈവത്തിനോട് ഇങ്ങനെ സംസാരിക്കും. രാത്രി മുഴുവനും അധ്വാനിച്ച് വന്നിട്ട് ഇന്ന് പ്രാർത്ഥിക്കും. 8 മണി വരെ 9 മണി വരെ ജോലി ചെയ്തിട്ട് വന്നിട്ട് 10 മണിക്ക് ചിലർ കുളിച്ചുകൊണ്ടൊരു പ്രാർത്ഥനയുണ്ട്. തിന്നാൻ പോലും മറന്നു, ഭക്ഷണം പോലും മറന്നു. ഓടിയത് എന്തിനായിരുന്നു? വല്ലതും കഴിക്കാനുണ്ടോ? എടുത്ത് വിളമ്പുന്നതിന് ആളുറങ്ങിപ്പോവും. ഇവൻ ഓടിയത് എന്തിനാ? പിള്ളേര് വല്ലതും കഴിച്ചോടി? ഒരു ശബ്ദത്തൊന്ന് മാറ്റി വയ്ക്കാവോ? ഒരാഴ്ചയിൽ ഒരു ദിവസം കുറച്ചു നേരം നിങ്ങൾ കണ്ണുകളിൽ നോക്കി സംസാരിക്കാം, വചനം പങ്കുവയ്ക്കാം. നിങ്ങൾ ഞായറാഴ്ച ശനിയാഴ്ച അവർ എന്ത് വേണം പറഞ്ഞു, ഞായറാഴ്ച ഒരു ദിവസം മുഴുവൻ വചനം മാത്രം സംസാരിച്ചു. ഈ പരിപാടി നടക്കുകയാണ്. ഇവിടെ കണ്ടോ, നെഹമ്യാവ് എന്ന ആ ശുശ്രൂഷക്കാരൻ യഹൂദയിൽ ചെന്ന് നോക്കുമ്പോൾ യഹൂദ പുരോഹിതന്മാർ, യഹൂദ പുരുഷന്മാർ ശബ്ബത്തിന്റെ അന്ന് എന്ത് ചെയ്യുന്നു? മുന്തിരിച്ചക്ക് ചവിട്ടുന്നു, കറ്റ കൊണ്ടുവരുന്നു. ഇനി ചിലർക്ക് കൊണ്ട് വീഴാൻ പോകുന്നവനെ കൂടെ വരുന്നുണ്ട്. 200 രൂപ. ഓ, ഇന്ന് മൊബൈൽ ചാർജ് ചെയ്യാൻ പൈസ ഇല്ലായിരിക്കും. അപ്പൊ നീ എന്റെ പ്രാർത്ഥന 200 രൂപയ്ക്ക് വേണ്ടിയിട്ട് പോകും. ഹല്ലേലൂയ. വിളിച്ചോണ്ട് പോയത് ചവിട്ടാനാ, കറ്റ ചുമക്കേണ്ടി വരും. വിളിച്ചോണ്ട് പോയത് പൈസ തരാന്നാ, ചക്ക് ചവിട്ടേണ്ടി വരും. ചിലതിനൊക്കെ വിളിച്ചോണ്ട് പോയി മാട് പോലെ പണിയെടുപ്പിക്കുന്നുണ്ട്. ഇരിക്കടാന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കേണ്ടി വരും. എത്ര മണിക്കൂർ ഇരിക്കണം? 6 മണി വരെ ഇരിക്കണം. ദിവസം ഇരിക്കുവോ? പ്രാർത്ഥിക്കാൻ വരുമോ? പ്രേരണയില്ല. എനിക്കൊരു ടെംപ്റ്റേഷൻ തോന്നുന്നില്ല. ഡോക്ടർ പറയാണ് കുനിഞ്ഞു നിൽക്കൂ, ശ്വാസം വലിച്ചോളൂ. ഞാൻ പറയുവാണെങ്കിൽ നിങ്ങളെല്ലാം നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് ചോദിക്കും. 5 വർഷം MBBS ഓടിച്ച ഡോക്ടർ പറയാണ് തലകുത്തനെ നിൽക്കൂ. പറ്റില്ല. നിൽക്കൂ, രോഗം മാറണ്ടേ? നിൽക്കും. കാലുയർത്തു, ഇന്നേവരെ കാലുയർത്താത്തവൻ. മുട്ടുമടക്കൂ, ഇന്നേവരെ മടക്കാത്തവൻ. ശബ്ദത്ത് കർത്താവിനുള്ളതാണ്. കർത്താവിനോട് സംസാരിക്കാൻ തിരഞ്ഞെടുക്കുന്ന എല്ലാ ദിവസവും ശബ്ദത്താണ് പുതിയ നിയമത്തിൽ. എങ്കിലും ഒരു ദിവസം ഇന്ന് വായിച്ചേ. ചില എല്ലാരും അല്ല കേട്ടോ, ചിലർ എല്ലാരും അല്ല കേട്ടോ, ചിലർ എല്ലാരും അല്ല കേട്ടോ, ചിലർ. ഇപ്പൊ ആ ചിലർക്ക് സമാധാനം തോന്നിയിട്ടുണ്ടോ? ആ ഉണ്ടോ? കഴുതയും വെറുതെ വിടുക. അന്ന് കഴുതയെ കൊണ്ട് ഒരു നാളില്ലാത്ത പണിയെടുപ്പിക്കും. കഴുതയ്ക്ക് സംസാരിക്കാൻ അറിയാമെങ്കിൽ എന്തെല്ലാം പറഞ്ഞ അതിന്റെ സംഭാഷണങ്ങളെല്ലാം നമ്മൾ കേൾക്കുന്നു. ഇപ്പൊ ചിലർ പറയാറുണ്ട്, ഈ ഇവരുടെ വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നു, അതിന് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ നോണ്ടി വിളിക്കും, കൈവച്ച് തന്നെ വിളിക്കും. ഞാനവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് കൊടുക്കുന്നില്ലെങ്കിൽ വിളിക്കും. അപ്പൊ അത്രേ നമുക്കാവുള്ളൂ. ഈ കഴുത എന്തെല്ലാം പറഞ്ഞാൽ ഈ കഴുത പറയുക, എടാ ഇന്ന് യഹോവയുടെ ശബ്ദത്താണ്, ഇന്ന് ഞായറാഴ്ചയല്ലേ. ചില ഞായറാഴ്ച സിനിമ ആണെന്നല്ല അടുത്താണ്. ഞായറാഴ്ചയല്ലേ ഒരു അവധി ദിവസമുള്ളൂ. കഴിഞ്ഞ ആഴ്ച മുഴുവനും മൊബൈലിലെല്ലാം കണ്ടതാ. ഞായറാഴ്ച പുതുതായിട്ട് ഇറങ്ങുന്നത് കൂടി കാണാൻ വേണ്ടിയിട്ട് പോകും. ഒരു ഞായറാഴ്ച സന്തോഷിക്കുക, കുടുംബവുമായി ഒക്കെ ശരിയാ. പക്ഷെ ദൈവത്തെ മറക്കരുത്. നമ്മളെ വീട് ഭയങ്കര അലങ്കോലമായി കിടക്കുകയാണെങ്കിൽ ക്ലീൻ ചെയ്യാറില്ലേ? ഇല്ലേ? മുറ്റമൊക്കെ വൃത്തിയാക്കാറില്ലേ? അതുപോലെ ഞായറാഴ്ച ദൈവസന്നിധിയിൽ നിന്ന് എൻ്റെ ഹൃദയത്തിലെ സകല മലിനതകളും കഴുകിക്കളയും. ഒന്ന് റിഫ്രഷ് ചെയ്യും. ചില പറയും ദൈവത്തിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ ഒരു സന്തോഷമില്ല, ആലയത്തിൽക്കൂട്ട്. നോ, സഭായോഗം മുടക്കരുത്. സഭായോഗത്തിൽ കിട്ടുന്ന ചില ആനുകൂല്യതകളുണ്ട്. ഒരു റിഫ്രഷ്മെന്റ് അവിടെ ഉണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മോട് വ്യക്തിപരമായി സംസാരിക്കും. വീട്ടിനകത്ത് നടന്ന കാര്യങ്ങൾ വിളിച്ചു പറയും. വേണ്ടാത്തൊന്നും പറയല പരിശുദ്ധ. ഹല്ലേലൂയ. മറച്ചു വെച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് വെളിപ്പെടുത്തും. അത് വെളിപ്പെടുത്തും. ആരും ഒന്ന് ഒറ്റി തന്നല്ല, പരിശുദ്ധാത്മാവ് പറയും. ആമേൻ. ഇനി വായിച്ചേ. അപ്പൊ ഇവിടെ 3 കാര്യങ്ങൾ. മുന്തിരിച്ചക്ക ചവിട്ടുന്നു,
കറ്റ കൊണ്ടുവരുന്നു. ഇതും പോരാഞ്ഞ് ആരാധിച്ചുകൊണ്ടുവന്ന കഴുതേരെ പുറത്ത് ചുമട് കൊടുത്ത് വെച്ചുകൊണ്ടു. അതിന്റെ കാര്യം മനസ്സിലായോ? നമ്മൾ ചെയ്യുന്നതോ പോട്ടെ, ചിലത് അങ്ങനെയാണല്ലോ. ആരാധനയ്ക്ക് വരിക, അവിടെ പോയി നോക്കിക്കൊണ്ടിരിക്കുന്നു, പോണോ പോണ്ടേ. അപ്പോഴും മറ്റോ വണ്ടി കൊണ്ട് ചവിട്ടി എടുത്തിട്ട് പറയും, കഴുതേ നീ കയറുവാ. കഴുത കയറി വണ്ടിപ്പുറത്തിരുന്നു. കഴുതയും കുതിരയും കൂടെ ഒരു പോക്ക് യോജിക്കുകയല്ല. മിണ്ടാതെ അവൻ പോയതാ പോട്ടെ, ചിലരെ വീഴിക്കുകയും ചെയ്യും. അടുത്ത് എന്തൊക്കെയാ കൊണ്ടുവന്നേ? കണ്ടോ? വീഞ്ഞും മുന്തിരിപ്പഴവും അത്തിപ്പഴവും യെരൂശലേമിലേക്ക് ചുമന്നു കൊണ്ടുവരേണ്ടുന്ന ദിവസം അവര് തെരഞ്ഞെടുത്തത് ശബ്ബത്തിന്റെ അന്നാണ്. എത്ര എണ്ണത്തിന് വീഴിക്കാൻ നോക്കുന്നത്? ഹല്ലേലൂയ. വല്ല മനസ്സിലാവുന്നുണ്ട്? മുന്തിരിപ്പഴമൊക്കെ നിന്റെ കയ്യിലുണ്ടെങ്കിൽ വീട്ടിൽ വെച്ചിരുന്നാണ്. ശബ്ബത്തിന്റെ അന്ന് ചുമന്നുകൊണ്ട് യെരൂശലേമിലേക്കൊന്നും പറഞ്ഞു. അല്ല, കാഴ്ച വെക്കണ്ടേ? കാഴ്ച വെച്ചോ. ഹല്ലേലൂയ. അവിടെ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ. ആമേൻ. ആവശ്യമില്ലാത്ത മുന്തിരിപ്പഴങ്ങളും അത്തിപ്പഴങ്ങളും വേറെന്താണ്? വീഞ്ഞും കൊണ്ടെന്ത് ചെയ്യാണ്? ബലഹീനം വീഴാതിരിക്കോ? വീഞ്ഞു കുടിയന്മാരുണ്ടെങ്കിൽ ആ വീഞ്ഞിന്റെ പുറകെ കണ്ടുപോകത്തില്ലേ? ആരാധന നായകൻ ഇങ്ങനെ പോലും. ഹലോ, എന്നൊക്കെ നല്ല വസ്ത്രധാരണമൊക്കെ വേണമെന്നുണ്ട്. അതുകൊണ്ടാണ്. ആമേ. ഇവിടെ തന്നെ രാജേഷ് പിന്നെ ഒരു വ്യത്യസ്ത വസ്ത്രധാരണം ധരിച്ച എല്ലാവരും നോക്കത്തില്ല. പ്രസംഗം 2 മിനിറ്റ് കേൾക്കും, ബാക്കി 98 മിനിറ്റ് വായിച്ചേ. നിങ്ങൾ വായിച്ചു. അത്തിപ്പഴം, ഈ ചുമടെല്ലാം കൊണ്ട് എവിടെ വരുവാ? ഹൃദയഭാരത്തോടെ വന്ന എത്ര പേരുണ്ട്? ഹൃദയഭാരത്തോടെ. അത്തിപ്പഴം ഞാൻ എടുക്കുന്നില്ല, വീഞ്ഞ് എടുക്കുന്നില്ല, താല്പര്യമില്ലാഞ്ഞിട്ടല്ല എടുക്കുന്നില്ല. പിന്നെന്താ പറഞ്ഞേ? മുന്തിരിപ്പഴം ഇത് കൊടുക്കുന്നില്ല. ഹൃദയഭാരത്തോടെ വന്നു. കാറേ ചുമടും. ഞാൻ ചോദിച്ചത് ചുമടുമായിട്ടൊന്നും വരണ്ട. ഹൃദയഭാരത്തോടെ വന്നവാ. ഏതെങ്കിലും ഒന്ന് ചുമന്നുകൊണ്ട് വാ. അത്തിപ്പഴം നോ. ഹൃദയഭാരത്തോടെ വന്നവർ കരങ്ങൾ വൃത്തിയാണ്. പ്രാർത്ഥിക്കാം. ഹൃദയഭാരം നിന്റെ ഭാരം യഹോവയെങ്കിൽ വയ്ക്കും. ഹൃദയഭാരത്തോടെ വന്നവനോട് പറയുന്നു, നിന്റെ ഭാരം യഹോവയെങ്കിൽ വയ്ക്കും. കണ്ണുകളടച്ച് നിങ്ങളുടെ ഭാരം എന്താണെങ്കിലും കർത്താവിന്റെ മുമ്പാകെ വെച്ചാൽ. ഏത് വിഷയത്തിന്റെ മേലാണോ നിങ്ങൾ സങ്കടപ്പെടുന്നത്, ഏത് വിഷയത്തിന്റെ മേലാണോ നിങ്ങൾ ഭാരപ്പെടുന്നത്, ദൈവസന്നിധിയിൽ ഏൽപ്പിക്കും. കടഭാരമാകട്ടെ, ദിവസേനയുള്ള സാമ്പത്തിക ഞെരുക്കങ്ങളാകട്ടെ, കുടുംബ ജീവിതത്തിനകത്തുള്ള വിള്ളലുകളാകട്ടെ, കയ്യിലൊരു പൈസ തങ്ങാത്തതാകട്ടെ, എന്ത് ഭാരത്തോടെ വന്നെങ്കിൽ നിന്റെ ഭാരം ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചാൽ. ദൈവത്തിന്റെ ആത്മാവ് ഈ ജനത്തോട് വിളിച്ചു പറയുന്നു, എന്റെ വിചാരങ്ങൾ അല്ല നിങ്ങളുടെ വിചാരങ്ങൾ. എന്റെ വിചാരങ്ങൾ ആകാശം ഉയർന്നിരിക്കുന്നത് പോലെ ഉന്നതമായിരിക്കുന്നു, ശ്രേഷ്ഠമായിരിക്കുന്നു, ശ്രേഷ്ഠമായിരിക്കുന്നു, ശ്രേഷ്ഠമായിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇനി വായിച്ചാട്ടെ. ജോഷു അതെ. കണ്ടോ? ചിലർക്ക് കണ്ടോ ആലയത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ഒരു സ്വഭാവം, ഒരു റെസ്പെക്റ്റ്. ഹല്ലേലൂയ.
ആമേൻ. ഇവിടെ ഒരു ആർമി ഉദ്യോഗസ്ഥൻ ഇരിപ്പുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം, സീനിയറിനെ റെസ്പെക്ട് ചെയ്യണോ വേണ്ടായോ? ഒരു നിയമം ഉണ്ടോ ഇല്ലയോ? അല്ല, ഞാൻ വിശ്രാം പറയുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കും, സാവധാനം പറയുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കും. അവന് പണിഷ്മെന്റ് തരില്ലേ സഞ്ജു? പണിഷ്മെന്റ് കൊടുക്കൂലേ? തോക്കും കൊടുത്ത് ഓടിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. NCC എന്നെ ഓടിപ്പിച്ചിട്ടുണ്ട്. അതോട്ടോ ഓടിപ്പിക്കും, ശിക്ഷ കൊടുക്കും, പണിഷ്മെന്റ് കൊടുക്കും. ഒരുപോലെ കാല് വെക്കണം. എത്ര ഭംഗിയായിട്ടെന്നറിയോ ഇവരെ നടത്തിയൊക്കെ പഠിപ്പിക്കുന്നു. വീട്ടിൽ നേരെ നടക്കാത്തതുകൊണ്ട് അവിടെ പോയി നന്നായി നടത്തി പഠിപ്പിക്കും. ലെഫ്റ്റ് റൈറ്റ് ഒക്കെ അടുപ്പിക്കും. അപ്പൊ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ, ആലയത്തിനകത്തൊരു സിസ്റ്റം ഉണ്ട്. തോന്നുമ്പോ കയറി വരിക, തോന്നുമ്പോ പോവുക. ഹല്ലേലൂയ. ഭക്ഷണം കഴിക്കാതെ പോകും. എനിക്ക് ഇതിൽ കൂടെ നല്ലത് അപ്പുറം അവിടെ ഇരിപ്പുണ്ട്. കുടുംബത്തിൽ കൊള്ളാവുന്നൊന്നുമല്ല അത്. ആർക്കെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് വിഷയമാണ്. എൻ്റെ അപ്പന് വേദനിക്കുന്നു. വസ്തു ഭാഗം വെക്കുമ്പോൾ ഇതുപോലെ ഇറങ്ങി പോവോ? പോകുമോ? 10 കോടി രൂപ അക്കൗണ്ടിൽ കിടപ്പുണ്ട്, ഭാഗം വെക്കുകയാണ്. ഫ്ലൈറ്റ് പിടിച്ച് വരും നമ്മൾ. ആരാധനയ്ക്ക് ഒന്നില്ലെങ്കിലും വരില്ലേ? നിങ്ങളെല്ലാം എൻ്റെ മക്കൾ. എനിക്ക് 25 കോടി സ്വത്തുണ്ട്. ഞാൻ ഭാഗം വയ്ക്കാൻ പോവാ. അപ്പൊ മുമ്പിൽ ആരൊക്കെ ഉണ്ടാവും? ജോഷു വച്ചു ഇവിടെ വന്നിപ്പോൾ ഞങ്ങളെ കവിഞ്ഞിട്ടേ ഉള്ളൂ. ആരാധനയ്ക്ക് സമയത്തിന് ഇരിക്കാൻ പറഞ്ഞാലോ? ശബ്ദത്തിൽ നീ കറ്റ ചുമക്കരുതെന്ന് പറഞ്ഞാൽ, എടാ സമയത്തിനൊന്ന് കേറ്. എങ്ങനെ സമയം തീർക്കാം, 12 ആക്കാൻ പറ്റുമെന്ന് നോക്കണം. ഹല്ലേലൂയ. ആമേൻ. ഇതാണ്ടോ, ഇതുണ്ട്, ബുദ്ധിയുണ്ട്. ആമേൻ. ആവശ്യമില്ലാത്ത ചുമക്കൽ. അടുത്തിരിക്കുന്ന അടുത്ത് പറയും, എന്തും ചുമന്നുകൊണ്ട് ആലയത്തിൽ കയറരുത്. എന്റെ ആഴം മനസ്സിലായോ? കയ്പും വെറുപ്പും വിദ്വേഷവും പകയും സ്നേഹമില്ലായ്മയും പറഞ്ഞ വാക്കുകളെ ഓർത്ത് ഒരു കുറ്റബോധവും ഇല്ലാത്ത ടീമുകൾ. നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞ വേണ്ടാത്ത എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് കൂളായിട്ട് അളിയാന്ന് വിളിക്കുന്ന ഒരു സ്വഭാവം. കർത്താവിന്റെ അളിയനൊന്നും അല്ല കേട്ടോ, അപ്പനാണ്. ഹല്ലേലൂയ. നീ അളിയന്മാരെ വിളിച്ചോ? ഞാൻ കണ്ടിട്ടുണ്ട്. തെറി പറഞ്ഞ അളിയന്മാരെന്ന് വിളിച്ചിട്ട് തോളത്ത് കൈയിട്ട് ഒരേ ഐസ്ക്രീം അവനും കടിച്ച് ഇവനും കടിച്ചിരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പിന്നെ HIV വന്നെന്ന് കേട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുന്നത് ഇത് അപ്പനാണ്. അപ്പന് റെസ്പെക്ട് കൊടുത്തേ മതിയാണ്. ഹല്ലേലൂയ. ആലയത്തിനകത്തൊക്കെ തോന്നിയത് ചുമന്നുകൊണ്ട് എന്ത് ചെയ്യരുത്? ഞാൻ ഇങ്ങനെ ഇരിക്കൂ, ഞാൻ ഇങ്ങനെ വരുമെന്ന് കരുതരുത്. ചുമന്നുകൊണ്ട് വരുന്നതും ഞാൻ കണ്ടു. അടുത്ത വാക്യം. ഞാൻ പ്രബോധിപ്പിച്ചു. അവിടെ ഇതൊരു പ്രബോധനാണ്. പ്രബോധിപ്പിച്ചു. ഇപ്പൊ നമ്മൾ വിൽക്കാൻ പോകാൻ തയ്യാറാണെങ്കിൽ വിൽക്കാനുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിരിക്കും. എത്ര പേർക്ക് അത് മനസ്സിലായി? ചിലർ പറയാറുണ്ടേ, നമ്മൾ ചില ഉടമ്പടികൾ ചെയ്തിട്ടുള്ളതുകൊണ്ടല്ലേ നമ്മൾ ഈ ഞായറാഴ്ചയൊക്കെ പോകേണ്ടി വരുന്നത്. റെഡിയാണല്ലേ അവര്? കൊണ്ടുപോകാൻ റെഡിയാണ്. ഹല്ലേലൂയ. ചില പിള്ളേരൊക്കെ പ്രേമിച്ചൊക്കെ ഇറങ്ങി പോകുന്നവർക്ക് പിന്നെ കൈയും കാലോട്ട് അടിച്ച് കിടപ്പുണ്ടോ അവിടെ? എവിടെ ഒരു ഇതിലങ്ങ് ഇറങ്ങി പോയതാ. പിന്നെ തിരിച്ചു കയറാൻ നോക്കിയിട്ട് കൈ പിടിച്ച് കയറ്റാൻ ആരുമില്ല. ബുക്കി താഴ്ത്താനേ ഉള്ളൂ. നിങ്ങൾ കണ്ടോ, വാതിൽപ്പടിയിൽ ആള് കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഇറങ്ങി ഓടുന്നവരോട് പറയുന്നു, കൂടാരത്തിനകത്ത് നിൽക്കുമ്പോ ഭർത്താവ് മരിച്ചാൽ ആ സ്ത്രീയെ പിന്നെ വിളിക്കുന്ന പേരെന്തെന്നറിയാമോ? ഭർത്താവ് മരിച്ചവളെന്നാണോ പറയുന്നത്? അല്ല, അവൾക്കൊരു പേര് കൊടുക്കുക, വിധവ. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നവളെ കുറിച്ച്, വിധവയെ കുറിച്ച് സ്വർഗം പറയുക, വിധവയ്ക്ക് ഞാൻ കാന്തനായിരിക്കുന്നു. ദൈവത്തിന്റെ അടുക്കൽ വന്നവരോട് പറയുന്നു, ഒരു ക്രമം അനുസരിച്ച് വന്നാൽ, ഒരു ക്രമത്തോടെ നിന്നാൽ നീ അനുഗ്രഹിക്കപ്പെടാതെ പോവുകയില്ല. ഹല്ലേലൂയ. ചിലർ പറയുന്നത് ബന്ധം വേർപെടുത്തുന്നതാണ് എനിക്ക് ഇഷ്ടം. സംഭവം എന്താ? ചായക്ക് പഞ്ചസാരയിട്ടില്ല, ബന്ധം വേർപെടുത്തി കളയും. എനിക്ക് ബണ്ണ് വാങ്ങിച്ചു തന്നില്ല, മറ്റേ ബണ്ണല്ല, തലയിൽ കിട്ടുന്ന ബണ്ണ് വാങ്ങിച്ചു തന്നില്ല. എന്റെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ നോക്കുന്നുണ്ടോ? വേണ്ട, ഞാൻ ഡിവോഴ്സ് ചെയ്ത് കളയാം.
പിന്നെ നിന്നെ വിളിക്കുന്ന രണ്ടാം ഘട്ടം. പിന്നെ ആരും പറയില്ല ഫസ്റ്റ് ഫ്രഷ് കന്യകയെന്നോ കണ്ണൻ എന്നോ പറയുക. ആ കണ്ണൻ അത് രണ്ടാം ഘട്ടമെന്നേ പറയത്തുള്ളൂ. പിന്നെ വരുമ്പോ എത്ര പാലും തേനെന്ന് പറഞ്ഞു നോക്കിയാലും ഏതെങ്കിലുമൊക്കെ കുറവുകൾ ഉള്ളതേ വന്ന് കയറത്തുള്ളൂ. ദൈവം തന്നതിനെ സൂക്ഷിപ്പാൻ പഠിക്കണം. ഹല്ലേലൂയ. കുറ്റങ്ങളില്ലാത്ത മനുഷ്യനില്ല, കുറവുകളില്ലാത്ത മനുഷ്യനില്ല. സ്നേഹം നഷ്ടപ്പെട്ടു പോയി, സ്വാർത്ഥപരമായ സ്നേഹം. ആമേൻ. കണ്ടോ, ഇവര് പോകാൻ തയ്യാറാണെങ്കിൽ വിൽക്കേണ്ടുന്ന ഒരു ഇടം നിൽക്കുകയാണ്. ഏതെങ്കിലും 12 ഗോത്രത്തിൽപ്പെട്ടവനാണോ അവിടെ കിടക്കുന്നത്? പുറംജാതി വന്ന് നിൽക്കുകയാണ്. അളിയാ മറ്റേ ഇതുകൊണ്ട് വെച്ചിട്ടുണ്ട്, വരുന്നില്ലേ? എപ്പോ കഴിയുന്നുണ്ട് ആരാധന? അങ്ങേര് 12:30 1 മണിയൊക്കെ ആവുന്നു നിർത്താൻ. നീ ഒരു 12:30 പോര്, കുഴപ്പമില്ല. പുള്ളി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് പോകും. ഇങ്ങനെ ചില സമയത്ത് നിൽക്കുമല്ലോ. ഓടിക്കോ അപ്പോഴും. പിന്നെ കിച്ചണും കൊച്ചനും കൂടെ ഒരു പോക്കാണ്. സോരിയിലും അവിടെ വായനയും വിൽപ്പനയും ഒക്കെ നടക്കുക. ഇവിടെ വചനം വ്യക്തമായി എഴുതിയിരിക്കുന്നു, അവർ പോകുവാൻ തയ്യാറായപ്പോൾ മറ്റവന്മാർ വന്ന് കാവൽ കടന്ന് വിൽക്കാനുള്ള സാധനവും വെച്ചിട്ട് ഒരു മത്സ്യവും. ഇന്ന് മത്സ്യത്തിന്റെ സ്ഥാനത്ത് വേറെ പലതുമില്ലേ? എന്തെല്ലാം സാധനങ്ങളാ വെച്ച് വിൽക്കാൻ വെച്ചേക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാനീ പറയുന്നത് കഠിനമായ വാക്കുകളാണോ? സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞേ? ശരിയല്ലേ? ചാകാൻ പോകുന്നതിന് എന്തെല്ലാം വഴിയുണ്ട്. ചിലവരാണ് ഞാൻ ചത്തുകളയും കേട്ടോ, ഞാൻ ചത്തുകളയും. അപ്പൊ ചത്തുകളി എന്ന് പറയുന്നത് ചാകാൻ വേണ്ടി ഒരു ദിവസം തിരുവാനെടുത്ത് ഇങ്ങനെ പോകുന്ന വഴിക്കാണ് ഒരു കാള കുത്താൻ വരുന്നത്. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു, കാളയെ കുത്തിക്കോളൂ ഇരിക്കുക. ഓടിപ്പോണ വഴി പുല്ലുരുക്കല, ഓടി വീട്ടിനകത്ത് കയറി അപ്പാ അതുവരെ വിളിക്കായിരുന്നു ചേട്ടാ ചേച്ചി. പിണങ്ങിയിരുന്നത് രമ്യതപ്പെടുത്ത ഒരു കാള വന്നാണ്. എന്നെ വളരെ വ്യക്തമായി പറയുന്നു, ആലയത്തിന് പുറത്ത് നിന്നെ കൊണ്ടുപോകുവാൻ, നിന്നോട് വ്യാപാരം കൂടുവാൻ കാത്തിരിക്കുന്നവരുണ്ട്. ശബ്ബത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നവനെ മത്സ്യം കാണിച്ച് വശീകരിക്കും. ചാള മീൻ വശീകരിച്ചുകൊണ്ട് നിത്യതയെ കവർന്നുകൊണ്ട് പോകുന്നതോടൊപ്പം 7 ചാള. യോശുവയുടെ കൂടെ നിന്നൊക്കെ ഇങ്ങനെ സംഭാഷിച്ചുകൊണ്ടിരിക്കുമ്പോഴേ യോശുവ അപ്പൊ അവന്മാർ വന്ന് പറയാണ്, ഈ സോരിനെ പോലുള്ള മറ്റേ ടീമുകളൊന്ന് പറയാണ്, ഞങ്ങളെ ചെരുപ്പ് കണ്ടോ, ചെരുപ്പ് കാണിച്ചപ്പോൾ വട്ടക്കോൾ ഹോൾ ഇടപെടും, നടന്ന് ക്ഷീണിച്ചതാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഈ കൂട്ടത്തുള്ള ചെലവന്മാർ കണ്ടിട്ട് അതും തോന്നും ഇത് പിന്നെ ബ്രെഡാണ്. നോക്കട്ടെ. യോശുവ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് തിന്നു തുടങ്ങി. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി തിന്നുന്നവരെ കണ്ടിട്ടുണ്ടോ? എല്ലാം വിളമ്പി വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ചില ശബ്ദം, തീറ്റ നേരത്തെ തുടങ്ങി, പിന്നെ പ്രാർത്ഥിക്കൂല. ഒന്ന് ക്ഷമിച്ചിരുന്നൂടെ? ക്രമങ്ങളുണ്ടെന്നേ. അപ്പൊ ഈ ഞാൻ ആ ഭാഗത്ത് വായിക്കുന്നില്ല, ചിലർക്ക് അറിയാം, ആദ്യം വന്നവർക്ക് അറിഞ്ഞൂടായിരിക്കാം, വചനം വായിക്കാത്തവർക്ക് അതിനെ കുറിച്ച് അറിഞ്ഞൂടായിരിക്കാം. എന്നാൽ യോശുവ സംഭാഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ശബ്ദം, മുറുക്കൊക്കെ ഒടിച്ചിരുന്ന സൗണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നേരത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞുകൊണ്ടോ മുറുക്ക് തിന്നത് എന്നെ ഓർപ്പിച്ചത്. ഇതുപോലെ അല്പം കഴിഞ്ഞപ്പോൾ ഉടമ്പടി അങ്ങ് ഒത്തു. യോശുവ നോക്കിയപ്പോൾ ഇവന്മാർ വാങ്ങിച്ച് കഴിക്കുകയും ചെയ്തു, ഉടമ്പടി ചെയ്യേണ്ടി വന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞായറാഴ്ച പോയി ഉടമ്പടി കൂടരുത്, കെണിയാണ്. ഹല്ലേലൂയ. ചിലർക്ക് ധാരണയുണ്ട്, നിന്നെ പറഞ്ഞല്ലോ കേട്ടോ, ചിലർക്ക് ധാരണയുണ്ട്. പിന്നെ ലൈവ് ഉണ്ടല്ലോ, ലൈവ് കണ്ടാലും ആരാധനയായി കാരണം അല്ല, ദൂരെ ആയതുകൊണ്ടൊന്നല്ല, അല്ലാതുള്ള ചില ആൾക്കാരുണ്ട്. ഞാൻ അവരെ ഉദ്ദേശിച്ചു. ഹല്ലേലൂയ. ഇനി ആ ഭാഗം ഒന്ന് വായിച്ചേ. യോശുവോടെ വായിക്കണ്ട, അത് വായിച്ച വേറെ ലെവൽ മാറും. യഹൂദ ശ്രേഷ്ഠന്മാരെ ശാസിച്ചു. ദൈവമക്കളെ, ഭാര്യമാരെ നിങ്ങളോട് പറയുന്നു, ഭർത്താക്കന്മാരെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് നിർത്തരുത്.
നിർത്തരുതെന്ന്. നന്നായിട്ട് കഴിയും. തീമേശപ്പ് വരുന്നിട്ട് എവിടെ എൻ്റെ ഭക്ഷണം എന്ന് ചോദിക്കാൻ കഴിയണം. അവരെന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് മിണ്ടായിരിക്കും. വീട്ടിൽ സാധനം ഇല്ലെങ്കിൽ ഇടതടവില്ലാതെ ഉള്ളിയില്ല സ്വസ്ഥ കൊടുക്കരുത്. ഉള്ളിയില്ല, വെളുത്തുള്ളി വാങ്ങിയിട്ടില്ല, കൂടെ വിളിച്ച് പറയരുത്, തെറി കേൾക്കാം. ഒരുമിച്ച് ആ ലിസ്റ്റ് വൈകുന്നേരം വന്നിട്ടുണ്ടോന്നെല്ലാം ഒത്തു നോക്കണം. തീരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അവസാനത്തെ കടുക് ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല, കടുക് തീർന്നിട്ട് ഒരാഴ്ചയെന്ന് പറയണ്ടത്. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? ഞാനിങ്ങനെ ലൈറ്റായിട്ട് പറയണമെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. വീടിനകത്തെ ഡൈനിങ് ടേബിളും വീടിനകത്തെ അടുക്കളയും നർമ്മതയും സ്നേഹവും ഒക്കെ, നർമ്മവും സ്നേഹവും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഇടങ്ങളാണ്. ഏറ്റവും കൂടുതൽ അടി നടക്കുന്നതാണ്. രണ്ട് പെണ്ണുങ്ങളാണ് അവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് നടക്കും? അമ്മായിയമ്മ ഇങ്ങനൊന്ന് തേങ്ങ തുരുവും, മരുമോൾ ഇങ്ങനൊന്ന് അടപ്പിടിക്കും. രണ്ടും തമ്മിൽ എന്ത് ചെയ്യത്തില്ല, ചേരുകയല്ല. എന്നാൽ ഭാര്യയും ഭർത്താവും ചേരണം. വീടിനകത്തെ ദൈവസാന്നിധ്യം വർദ്ധിപ്പിക്കുന്ന ഇടങ്ങളാണ് ഇതൊക്കെ. 3-ാം സ്ഥാനമേ ബെഡ്റൂമിനുള്ളൂ. 1-ാം സ്ഥാനം തീന്മേശയ്ക്കാണേ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി മഹത്വപ്പെടുത്താട്ടെ കർത്താവ്. അതുകൊണ്ടല്ലേ കർത്താവ് നല്ല തേൻകട്ടയൊക്കെ വെച്ച് തരുന്നതാണ്. ആമേൻ, ആമേൻ. അടുത്ത വാക്യം. ഇത് കണ്ടിട്ട് പ്രബോധിപ്പിക്കുകയാണ്, നീ ശബ്ബത്ത് നാൾ എന്തിന്? എനിക്ക് അതിനകത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. നോക്ക്, നിന്നെ കൊണ്ടുപോകാൻ ആര് നിപ്പുണ്ട്? ഹാമാനെ കൊണ്ടുപോകാൻ ആര് നിന്നു? ഹാമാനെ കൊണ്ടുപോകാൻ ആര് നിന്നു? രാജാവിന്റെ പടയാളികൾ എന്തിനോ? അപ്പൊ ഹാമാൻ വിചാരിച്ചത് ഇവിടെ കൊണ്ടുപോകണമെന്നാ. വചനം വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഹാമാൻ എന്ത് വിചാരിച്ചു? ആദരിക്കാൻ കൊണ്ടുപോകണം. പക്ഷെ വൈകുന്നേരം ആദരാഞ്ജലി എന്നുള്ള ബോർഡ് വെക്കാനായി കൊണ്ടുപോകണം. പോയപ്പോ എന്ത് വിചാരിച്ചു? ആദരിക്കാനാണ് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. അന്യാസിന് സമയത്തേക്ക് ഒരു കാര്യം ഉണ്ടായി. എന്തായാലും എന്താ ഉണ്ടി, ഈ 50,000 രൂപയിൽ ഒരു കാര്യം ചെയ്യാം, 10 രൂപ നമുക്ക് മാറ്റി വെച്ചേക്കാം. അവർ പിടിക്കത്തില്ല. പക്ഷെ അവിടെ ചെന്ന് പത്രോസ് ചോദിച്ചു പിന്നെ ഇത്ര തന്നെ ഉള്ളൂ. ആള് പോയി. അല്പം കഴിഞ്ഞപ്പോ പുള്ളിക്കാരത്തി വരികയാണ്, ഉണ്ടനെവിടെ? ഉണ്ടൻ പോയി. രണ്ടുപേരും തമ്മിൽ ഒത്തത്, 2 പേർക്കും ഒരേ കിടക്കയിൽ വീഴ്ച വന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പറയുന്നു, നിഷ്കളങ്ക മനോഭാവത്തോടുകൂടെ ഹൃദയ വിചാരങ്ങളെ പോലും അന്വേഷിക്കുന്ന, മാനിക്കുന്ന ഒരു ദൈവമായ എൻ്റെ നിന്നെ കൊണ്ടുപോകാൻ കാവൽക്കാരനെ പോലെ കാത്തിരിക്കുക. നമുക്ക് തോന്നും ആദരിക്കാൻ കൊണ്ടുപോകുന്നെന്ന്. നോ, ആദരാഞ്ജലികൾ വയ്ക്കാനാ കൊണ്ടുപോകണം. അതുകൊണ്ട് ശബ്ദത്തിന് നീ എന്ത് ചെയ്യരുത്? അശുദ്ധമാക്കരുത്. സഭായോഗം മുടക്കരുത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടുന്നതിനെ തള്ളിക്കളയരുത്. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ പ്രാർത്ഥിക്കാൻ കയറി വന്നാൽ ഇറങ്ങിപ്പോകരുത്. ചില ബിരുദന്മാരെയും വിദ്വാൻമാരെയും കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ ഒരാൾ വരുമ്പോൾ പിന്നെ അതുവഴി പതുക്കെ, ഇതെനിക്കുള്ളതല്ല, പ്രാർത്ഥന അവർക്കുള്ളത്. സാക്ഷ്യങ്ങൾ വെളിപ്പെടും. സത്യം സാക്ഷ്യങ്ങൾ വെളിപ്പെടും. സത്യം സഭ മുമ്പാകെ പറയുക, സാക്ഷ്യങ്ങൾ വെളിപ്പെടും. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് വരുമ്പോ പുല്ലുപോലെ തട്ടിയെറിഞ്ഞിട്ട് പോകരുത്. വീടിനകത്തൊരു പ്രാർത്ഥന നടക്കുമ്പോ മച്ചേ കയറി അവിടെ ഇരുന്നും കൊണ്ട് മാഞ്ചി കളിക്കരുത്. ഹല്ലേലൂയ. അടുത്ത വാക്യം. അദ്ദേഹം പറയുകയാണ്, പിതാക്കന്മാർ ചെയ്തതിന്റെ ഫലമായി അനുഭവിക്കുന്നത്. മതിലുകൾ പൊളിഞ്ഞു, സ്വസ്ഥത പോയി, പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. നീ ദൂരത്ത് അനാഥനെ പോലെ കിടക്കേണ്ടി വന്നു. ചെറിയ ചെറിയ പിഴവുകൾ വലിയ അബദ്ധങ്ങളെ ഉണ്ടാക്കും, വലിയ നാശങ്ങളെ ഉണ്ടാക്കിക്കളയും. ഹല്ലേലൂയ. അടുത്ത വാക്യം. എന്നാൽ നിങ്ങൾ സബ്ബത്തിനെ അശുദ്ധമാക്കുന്നതിനാൽ ഇസ്രായേലിന്മേലുള്ള ക്രോധം വർദ്ധിപ്പിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു. ഉണ്ടോ? ഞാൻ ഈ പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ദൈവത്തെയാണ് നിങ്ങൾ മാനിക്കേണ്ടത്. നിങ്ങൾ ദൈവത്തെ മാനിക്കുന്നുവെങ്കിൽ എന്നെയും മാനിക്കും, സഭയെയും മാനിക്കും. തമ്മിൽ നിങ്ങൾ മാനിക്കും.
തമ്മിൽ തമ്മിൽ സ്നേഹിക്കും, കയ്പ് സൂക്ഷിക്കത്തില്ല, പക സൂക്ഷിക്കത്തില്ല, വെറുപ്പ് സൂക്ഷിക്കത്തില്ല. നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെട്ട ഒരു വാക്ക് ഒരാളെ വേദനിപ്പിച്ചുവെങ്കിൽ അനുതപിക്കും. എന്റെ വാക്ക് നിന്നെ വേദനിപ്പിച്ചോ, ക്ഷമിക്കൂ എന്നോടൊന്ന് പറയും. എന്നിട്ട് ഒരു കുഴപ്പമില്ലാത്ത പോലെ നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, നീ ദൈവത്തെ പരിഹസിക്കുകയാണ്, ദൈവിക കൽപ്പനകളെ നിന്ദ്യമാക്കുകയാണ്. ഇവിടെ നിന്ന് വന്നു വിവാഹം എന്ന ഉടമ്പടി, ഇവിടെ നിന്ന് വന്നു മക്കൾ, താനെ പുറപ്പെട്ടു വന്നു, നമ്മൾ തന്നെ വന്നു. ഹല്ലേലൂയ. ഒരു പുരുഷനെ കൂടാതെ ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നില്ല. അല്ല, ഇന്ന് പല പരിപാടികളുണ്ടല്ലോ, എന്താണേലും പുരുഷനെ കൂടാതെ നടക്കുകയല്ല. ഒരു സ്ത്രീയെ കൂടാതെ ഒരു കുഞ്ഞ് ജനിക്കുന്നില്ല. പരസ്പരം കീഴ്പ്പെട്ടേ മതിയാകൂ. ജനിച്ച കുഞ്ഞ് തന്നെ എന്ത് ചെയ്യുന്നില്ല. ചില തള്ളമാര് പ്രസവിച്ചിട്ടിട്ട് പോയ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ? ഉറുമ്പരിച്ച് ചത്തു കിടന്നു, ക്ലോസറ്റിൽ വീണ് മരിച്ചുപോയി. ശ്രദ്ധിക്കണേ. കേട്ടിട്ടില്ലേ വാർത്തകൾ? ജാരസന്ധതി ആയതുകൊണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ വെച്ച് നോക്ക്, വിവാഹം എന്ന ഉടമ്പടിയിൽ പ്രവേശിച്ചവർ നോക്ക്, ഒരു കുഞ്ഞ് പിറക്കുന്നത് എത്ര കുടുംബങ്ങൾ കാത്തിരിക്കും. ഒരു കുഞ്ഞിന്റെ പുറത്തു വരുന്ന നോക്കി എത്ര പേർ എപ്പോ വരും, എപ്പോ എന്റെ ചോര, എന്റേത് എന്ന് പറയില്ലേ? മറ്റതോ വരാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇതെല്ലാം വ്യവസ്ഥകൾ വെച്ച് ദൈവം ഇന്ന് പറയുന്നു, നീ ദൈവത്തിന്റെ ശബ്ദത്തിനെ അശുദ്ധമാക്കരുത്. ഹല്ലേലൂയ. അത് മതിലുകൾ പൊണിയുവാൻ കാരണമായി തീരും, വാതിലുകൾ കത്തുവാൻ കാരണമായി തീരുമെന്ന് വചനം പറയുന്നു. ഇനി കയറിയവനോ അതിനെ നിസ്സാരമായി കാണരുത്. തോന്നുമ്പോൾ എഴുന്നേറ്റ് പോകും, തോന്നുമ്പോൾ വരിക, ചുമട് കൊണ്ട് നടക്കുക. ഇപ്പൊ വരാൻ കേട്ടോ, വരാം. ചിലർ ഇന്നലെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് പോകായിരുന്നു. എവിടെ പോകണം? അളിയെ നീപ്പോട്ട് കൊണ്ടുപോകാൻ. അടുത്ത വാക്യം സഹോദരനിക്ക് ഇവിടെ സഹോദരന്മാർ വായിക്കും. പിന്നെ ശബത്തിന് മുൻപേ യെരൂശലേം നഗരവാതിലുകളിൽ ഇരുട്ടായി തുടങ്ങുമ്പോൾ വാതിലുകൾ അടപ്പാനും ശബത്ത് കഴിയും വരെ അവ തുറക്കാതിരിപ്പാനും ഞാൻ കണ്ടു. ഓ, കരപത്രം മാത്രം കൊടുത്താൽ അവന് അതൊന്നും ബലത്തുറവായില്ല. പിന്നെ ശബത്തിന് മുമ്പ് യെരൂശലേം നഗരവാതിലുകളിൽ ഇരുട്ടായി തുടങ്ങുമ്പോ 6 മണിക്ക് വാതിലുകൾ, അതിനു മുമ്പ് കയറാൻ തുടങ്ങിയാണ്. ചില ഈ ഹോസ്റ്റലുകളില് ചില പെണ്ണുങ്ങൾ നിങ്ങൾ 6 മണിക്ക് കയറാൻ 7 മണിക്ക് കയറുമ്പോ വാതിലടച്ചു തട്ടി മേട്ടോണ വിളിച്ചാലേ നല്ല മേട്ടോണെങ്കിൽ കേട്ടാൽ അപ്പരോട് നീ ഈ 2 മണിക്കൂർ എവിടെ പോയെന്ന് പറയണം. ഒരു വാതിലിനി അടയ്ക്കും. ആലയത്തിനകത്തേക്ക് വരുമ്പോഴും ശബ്ദത്തിന് പുറത്തു പോകാതെയും ഇരിക്കേണ്ടതിന് വാതിൽ കാവൽക്കാരെ ആക്കി വെച്ചു. ഹല്ലേലൂയ. എപ്പോഴെങ്കിലും ഒന്ന് കയറി ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് 11 മണിക്ക് വന്നാലും മതിയല്ലോ എന്ന് പറഞ്ഞാൽ കയറാൻ വന്നാൽ കയറാൻ പറ്റുകയാണ്. ഇനി ഇറങ്ങി പോവാന്ന് വിചാരിച്ചാലും അന്ന് പിന്നെ നെഹമ്യാവ് പറഞ്ഞപ്പോ അങ്ങനെ തന്നെ നടന്നു. ഇന്നിപ്പോ ഞാൻ പറഞ്ഞാലും സഭയിൽ ആള് പറയും. ശരിയല്ലേ? അടുത്ത വാക്ക് ഇത് പറഞ്ഞ് ആരും പറയരുത് കേട്ടോ. ദൈവം തന്ന വചനത്തെ ഞാൻ വ്യാഖ്യാനിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ഇത് മനഃപൂർവ്വമായി എന്നെ വെച്ച് കുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് കരുതരുത്. ഒന്നാമതിനായി ആരുടെ ഹൃദയത്തിൽ കൂടി ഇങ്ങനെ വന്നത് എത്ര നേരമായിട്ട് പിന്നെ ശബത്തിന് മുൻപേ യെരൂശലേം നഗരവാതിലുകളിൽ ഇരുട്ടായി തുടങ്ങുമ്പോൾ വാതിലുകൾ അടപ്പാൻ ശബത്ത് കഴിയും വരെ അവ തുറക്കാതിരിപ്പാൻ. ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ പുസ്തകത്തിൽ പോലും പറയുന്നു ഇരുട്ടാകുമ്പോ വാതിലങ്ങ് അടച്ചു. നമ്മൾ അടക്കിയാലോ, 12 മണിയാലും അടക്കിയാലോ, എനി ടൈം തുറന്നിരിക്കുന്നത് തട്ടുകട. എപ്പോ വന്നാലും ചൂട് ദോശയും ചമ്മന്തിയും രസവടയും കിട്ടും. ഇവിടെ പറയുന്നു, ഹേ കള്ളന്മാരെ, കള്ളികളെ, 6 മണിക്ക് വാതിൽ അടയ്ക്കും. ഇരുട്ട് തുടങ്ങുമ്പോൾ തന്നെ വാതിലടപ്പാനും ഇനി ശബത്ത് കഴിയും വരെ കൽപ്പിച്ചു. അടുത്ത വായിച്ചേ. കൽപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ഒരു വാതിൽ കാവൽക്കാരൻ കൂടെ ഉണ്ട്. കുന്തോപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുറ്റിത്തിരിയുന്ന ആളുകളായി ആരെ നിർത്തി?
മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ട് സെക്യൂരിറ്റിമാരുടെ പവർ ഉണ്ട്. അറിയാം, 10ാം ക്ലാസ്സിൽ പോയി തൈലുള്ള ടീമാണ്. ഒരു വാതിൽ കൂടി ഇവരെ കാല് പിടിച്ചാൽ ചില സമയം സമ്മതിക്കുമോ? അധികാരം കണ്ടോ? ശബ്ദത്തിലെ ദൈവം വചനത്തിൽ പറയുന്നു, ഈ ക്രോസിനായിട്ട് എന്തിനാ കാവൽക്കാരൻ കൂട്ടിയാൽ പോലെ ഇല്ല, അകത്തുനിന്ന് ചിലർ പുറത്തേക്ക് തുറന്നു. ഇങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാം സഭയ്ക്കകത്ത് കടന്നേനെ. അടുത്ത വാക്യം. ശബത്ത് നാളിൽ ആ ഒരു ചുമട് ആ അകത്ത് കടത്താതിരിക്കേണ്ടത്. ഓ ഹല്ലേലൂയ. ഉപദേശിച്ചു നോക്കി, ശാസിച്ചു നോക്കി, കൽപ്പന കൊടുത്തു നോക്കി, എന്നിട്ട് എന്ത് വരുന്നില്ല? അനുസരണ ഇല്ലാത്തോണ്ട് പറഞ്ഞു, ഇനി നീ കൊണ്ടുവന്നോ, പക്ഷെ സ്വരോരിയോടുകൂടെ നീ വ്യാപാരം ചെയ്താൽ മതി, അകത്ത് കയറ്റണ്ട. അടുത്ത വാക്യം. ശബത്ത് നാളിൽ ഒരു ചുമട് ആ അകത്ത് കടത്താതിരിക്കേണ്ടത്. അകത്ത് കടത്താതിരിക്കേണ്ടതിന് വാതിലുകൾക്കരികെ എന്റെ ആളുകളിൽ ചിലരുണ്ട്. കരമരത്തിൽ മാത്രം കൊടുത്താൽ. നെഹമ്യാവേ, ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഈ പറഞ്ഞു പോണേ, നമ്മളിപ്പോ 9 മണിക്ക് ആരാധന തുടങ്ങാണെന്ന് വയ്ക്കും. നമ്മൾ 10 മണി വരെ സമയം വെച്ചു. എത്ര പേര് ഇതിനകത്ത് ആരാധിക്കും? ഈ ചില ഓഫീസുകളിൽ 9:05 കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡേ ലീവ് കിട്ടണം. 3 ദിവസം ഫുൾ ഡേ ലീവ് ആവും. 4ാം ദിവസമായിട്ട് അതുവരെയൊക്കെ മാനേജ്മെന്റിനൊക്കെ അടികൂടും, കൊന്നുകളയും, കുത്തിക്കളയും, സമരം നടത്തിക്കളയും. പക്ഷെ 3-4 റെഡ് മാർക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, കൃത്യമായിട്ട് 8:55 ആള് കയറും. ഇവിടെ ഉണ്ടല്ലോ നിശ്ചിത നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാലും കയറുകയല്ല. എന്നാൽ അകത്ത് കയറിയ ചിലതിനെ അകത്തിരുത്തേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ ഇറങ്ങി പോകാതിരിപ്പാൻ വാതിൽക്കൽ കാവൽക്കാരനുണ്ട്. ഹല്ലേലൂയ. വാതിൽ കാവൽക്കാരൻ വാതിൽ തുറന്ന് തന്നാലേ പോകാൻ പറ്റും. ആമേൻ. മോളെ മക്കരെ വെച്ചൊരു മാത്രം കൊടുത്താലേ. ഹല്ലേലൂയ. ആമേൻ. അടുത്ത വായിച്ചാൽ. ശബത്ത് നാളിൽ ഒരു ചുവട് അകത്ത് കടത്താതിരിക്കേണ്ടതിന് വാതിലുകൾക്കരികെ എന്റെ ആളുകളിൽ ചിലരെ നിർത്തി. അതുകൊണ്ട് കച്ചവടക്കാരും പലചരക്ക് വിൽക്കുന്നവരും 1-2 പ്രാവശ്യം യെരൂശലേമിന് പുറത്തേരാവാം. കരവരച്ച് മാത്രം കൊടുക്കാവോ? സംഗതി കാവൽക്കാരൻ വന്നപ്പോ ഇവർക്ക് എന്ത് മനസ്സിലായി? ചില വ്യാപാരങ്ങളൊക്കെ നമ്മൾ അനുവദിക്കുന്നുണ്ടല്ലേ. ഇപ്പൊ ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു, ഹായ് രേണു, ആരാന്നറിയത്തില്ല, ഹായ്, പിന്നെ ഹായ്, വ്യാപാരങ്ങളാ. ഇത് പിന്നെ വർദ്ധിച്ചെന്തായി? കുടുംബജീവിതം തകർന്നു പോയി. തന്റെ ഭാര്യയോടോ ഭർത്താവിനോടോ സംസാരിക്കാൻ സമയമില്ല. ഹൈ ഹും ഹോ ഇത് സമയമുണ്ട്. കണ്ടോ, കാവൽക്കാരൻ വന്നപ്പം മറ്റവന്മാര് 2 ദിവസം കൂടെ നോക്കി. ഏതെങ്കിലും ഒന്ന് മുകളിൽ കൂടി പൊത്തുചാടി വന്ന അവർക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ. ചില ബിരുദന്മാർ ചാടി വരും പുറത്ത്, ചില മതിൽ ചാടി വരുന്ന അവർക്ക് വേണ്ടിയിട്ട് വ്യാപാരത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വാതിലുകളെ നിനക്ക് തുറപ്പാനോ അടയ്ക്കാനോ കഴിയുക. ദൈവസഭയ്ക്ക് വാതിലുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? എല്ലാവർക്കും ഇതിനകത്ത് പ്രവേശിക്കാൻ പറ്റില്ല. പ്രവേശിക്കാമെന്ന് ആഗ്രഹിച്ചാൽ സാധിക്കത്തില്ല. ദൈവസഭയ്ക്കകത്ത് സാധിക്കത്തില്ല. ദൈവസഭയ്ക്കൊരു വാതിലുണ്ട്. ആരാണ് ആ വാതിൽ? യേശുവാണ് ആ വാതിൽ. അവൻ ഉള്ളവർ അകത്ത് കിടക്കും. അവൻ ഉള്ളവർ അവന്റെ ശബ്ദം കേൾക്കും. അവനുള്ളവർ സ്നാനം സ്വീകരിക്കും. അവനുള്ളവർ വീണ്ടും ജനനം പ്രാപിക്കും. അവർ ദൈവത്തെ കാണും. അവർ അവനെ അനുഗമിക്കും. അവരുടെ ശബ്ദം കേൾക്കുകയില്ല. ഹേ സഭയെ, സഭയ്ക്കൊരു വാതിൽ ഉണ്ട്. ഹല്ലേലൂയ. ഈ കാണുന്ന ഇരുമ്പ് വാതിലല്ല. ഞാൻ ഇവിടെ ചെയ്തി വഴി കയറിച്ചാണ്. ഇവിടെ പൂട്ടിയാൽ 2 ഇടി ഇടിച്ച ഇത് വഴി പുറത്തു പോവാം. ഹല്ലേലൂയ.
ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ. ആ വാക്യം എടുത്ത് വായിച്ചട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7, 8, 9. 9 8-ാം വാക്യം 9-ാം വാക്യം 8-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 8-ാം വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തിയെ അറിയുന്നു. കണ്ടോ നിന്റെ പ്രവൃത്തി? ഹല്ലേലൂയ. കോഴിക്കൂട് തുറക്കാൻ പോകുമ്പോ കോഴികൾ വന്ന് മുമ്പിൽ ഉൾക്കടന്ന് ചാടാൻ വേണ്ടി പുറത്ത് പോയി സ്വാതന്ത്ര്യം പോലെ ചില കോഴികൾ ഇങ്ങനെ മുമ്പിൽ കൊണ്ടുപോയി അവർക്ക് പുറത്തു പോകാനായിട്ട് നിർഭാഗ്യ കോഴികൾക്ക് വാതിൽ തന്നെ തുറക്കാറില്ല. ആരെങ്കിലും എത്തിയണം. അതുകൊണ്ടാണ് മൃഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ പറയുന്നു തുറന്നു പുറത്തു പോകാതിരിക്കാൻ. ഇവിടെ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ വെച്ചിരിക്കും. സഭയെ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കും. അപ്പൊ എല്ലാവരും ചേർന്ന് പറഞ്ഞിട്ട്, എന്റെ മുമ്പിൽ ദൈവം സഭയ്ക്കായി ഒരു വാതിൽ തുറന്ന് വെച്ചിരിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അടുത്ത ഈ വാതിൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പറയും അവൻ പ്രാർത്ഥിച്ച് എന്നെ കെട്ടിക്കളഞ്ഞെന്ന്, എൻ്റെ അമ്മായിയപ്പൻ എന്നെ വഴി തള്ളിയിട്ടളഞ്ഞെന്ന്, എൻ്റെ കൂട്ടുകാരൻ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ചിലരുടെ സാക്ഷിയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കരച്ചിൽ തോന്നും. നിന്നെ വഞ്ചിച്ചു അല്ലേ, നീ പറ്റിക്കപ്പെട്ടു അല്ലേ, നീ തകർക്കപ്പെട്ടു അല്ലേ, എന്നെ ആരെങ്കിലും ഒന്ന് വഞ്ചിക്കൂ, എന്നെ ആരെങ്കിലും ഒന്ന് ബലാത്കാരം ചെയ്യൂ, എന്നെ ആരെങ്കിലും ഒന്ന് വ്യഭിചാരം ചെയ്യൂ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ലേ? നടക്കും. ആരെങ്കിലും ഒന്ന് പറ്റിക്കൂ, പ്ലീസ് പ്ലീസ് ഒന്ന് പറ്റിക്കൂ. ഇവിടെ പറയുന്നു, സഭയെ നിനക്ക് ഞാനൊരു വാതിൽ, നിനക്കൊരു വാതിൽ ആവശ്യമാണ്. ഈ വാതിൽ കൂടി നിനക്ക് പ്രവേശിക്കാം സ്വർഗത്തിൽ, ആത്മാവിൽ പ്രാർത്ഥിക്കാം, ജീവനുള്ള ദൈവത്തോട് അപേക്ഷിക്കാം. പക്ഷെ കള്ളത്തനം കൊണ്ടുപോകാൻ പറ്റുകയില്ല. വ്യാജ പാസ്പോർട്ട് നമുക്കിവിടെ പലരെയും പറ്റിക്കാം. പലരും ഇങ്ങനെ ദാവൂദ് ഇബ്രാഹിം വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് പാകിസ്ഥാനിൽ വന്നിറങ്ങി, ചുമ്മാ തന്നെ പണം കൊടുത്ത് ഈസിയായിട്ട് ഇറങ്ങിയത്. ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം. ഈ പരിപാടി കൈക്കൂലി കൊടുത്ത് മിഖായലിനെ വശത്താക്കാന്ന് ആരും വിചാരിക്കും. ലൂസിഫർ വഴങ്ങും, മിഖായൽ വഴങ്ങും. ഹല്ലേലൂയ. ഇനി പുത്രനെ വശീകരിക്കാം എന്നാരും വിചാരിക്കരുത്. ഒരു യുവാവ് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു ഞെട്ടിപ്പോയി. പക്ഷെ വചനം പറയുന്നത്, അവനെ കണ്ട് സ്നേഹം തോന്നി മനസ്സലിഞ്ഞു. നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? വചനം അടുത്തത് പറഞ്ഞു കൊടുക്കും. വചനം പ്രാപിക്കണം. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ തിരിച്ചൊരു ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടുക, വചനം പ്രാപിച്ചോ എന്നുള്ളതാണ്. അപ്പൊ ഈ യുവാവിന്റെ മട്ടും ഭാവം കണ്ടിട്ട് കർത്താവ് വരാം. അപ്പോൾ നിങ്ങൾ കണ്ടോ, സംഗതി വ്യാജമാണെങ്കിലും അവനെ കണ്ട് കർത്താവിന് എന്ത് തോന്നി? അവൻ ചോദിച്ചത് നിത്യജീവനാ. പറഞ്ഞു, മക്കളെ നിന്റെ കയ്യില് സ്വർണ്ണപ്പെട്ടി 10 ഉണ്ടല്ലോ, അതും കണ്ട. 19 പവനുണ്ടല്ലോ, അതും കണ്ട. 12 ഏക്കറല്ലേ. അപ്പൊ കർത്താവ് പറഞ്ഞു, വിറ്റ് ദരിദ്രം കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അറിയുന്നേ ഇല്ല, നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും എന്ത്. ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടല്ലേ നമ്മുടെ അടുത്തോളം പറഞ്ഞിട്ട് എന്തെങ്കിലും വരും. പോലും ചിലർ ജോലി വിടാനൊക്കെ ഉപദേശിച്ചു. എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ സ്വയം ത്യജിക്കണം എന്നൊക്കെ പറയുമ്പോ പലരും പറയുന്നത് പറ്റിയല്ല. 100 ഹഡിൽസുകളല്ലേ നമ്മുടെ അടുത്ത് വയ്ക്കുന്നത്. കർത്താവ് പറയും, നീ ഹൈ ജമ്പ് ചാടൂ. നമ്മൾ ചോദിക്കും, കർത്താവ് നീ ലോങ് ജമ്പ് ചാടുകയാണെങ്കിൽ ഞാൻ ഹൈ ജമ്പ് ചാടി കാണിച്ചതാണ്. അങ്ങോട്ട് വാദിക്കുന്ന വാദം നിർത്തിയിട്ട് സഭ വിശ്വസിക്കുക, എനിക്കായി അവനൊരു വാതിൽ വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുക. സങ്കടം വരുമ്പോഴും കരച്ചിൽ വരുമ്പോഴും നഷ്ടങ്ങൾ വരുമ്പോൾ മാത്രമല്ല മുഴങ്കാൽ മടക്കേണ്ടത്. ചിലർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. പ്രശ്നം വരുമ്പോൾ ഡോക്ടർ പറയാണ് നീ ചത്തുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയും ഒപ്പാരും ഒക്കെ തന്നെയാണ്.
നേരത്തെ പനി വന്നപ്പോഴേ അങ്ങ് പ്രാർത്ഥിച്ചാ പോരെ? ആരംഭങ്ങൾ പനിയിലായിരുന്നില്ലേ? ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? എനിക്കറിയാം ഈ വ്യാഴാഴ്ച പ്രാർത്ഥനയ്ക്കൊക്കെ അനേകര് പിന്നെ പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ശുശ്രൂഷകളെ കുറിച്ച് സംസാരിക്കും. എല്ലാവർക്കും പ്രാർത്ഥന മതി, എല്ലാവർക്കും പ്രാർത്ഥന മതി. മാനസാന്തരയില്ല, വചനവായനയില്ല, ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്ന കാര്യമില്ല. ആമേൻ. എന്നാൽ ചിലർ ദൈവസന്നിധിയിൽ വരും. അവന് വേണ്ടി ഒരു വാതിൽ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ അത് കാണും, അവർ പ്രാർത്ഥിക്കും, അവർ ചെല്ലും, ദൈവസന്നിധിയിൽ ചെല്ലും, ദൈവത്തെ കാണുവാനിടവരും. ഇത് വായിച്ചേ. ഞാൻ കാര്യം പറയട്ടെ, ഇതിനകത്ത് ബലവാന്മാരും ശക്തിയുള്ളവരും എത്ര പേരുണ്ട് സഹോദരങ്ങളെ? എല്ലാം ബലവാന്മാരാണോ? ശക്തിയുള്ളവരാണോ? ദൈവം പറയുക, നിനക്ക് അല്പമേ ശക്തി ഉള്ളൂ, എന്നിട്ട് നീ എന്തെല്ലാം പെരുപ്പിച്ച് കാണിക്കും. ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞേ? വാദം, തർക്കം, കലഹം, പിണക്കം, അകൽച്ച, എന്തെല്ലാം കാണിക്കുന്നു. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. അടുത്തിരിക്കുന്ന ആളോട് കരം കൊടുത്ത് പറയുക, എനിക്ക് അല്പമേ ശക്തിയുള്ളൂ. ഹൃദയം കൊണ്ട് സമ്മതിക്കുക വേണം പറയാൻ. എനിക്ക് അല്പമേ ശക്തി. അടുത്ത് വായിച്ചാട്ടെ. എങ്കിലും വചനം കാക്കുവാൻ സഭയോട് പറയുന്നു. നീ എന്റെ വചനം, യേശു എന്ന നാമമാണ് വചനം. ആ വചനത്തിൽ തള്ളിപ്പറയേണ്ട വല്ല കാര്യമുണ്ടോ? ദൈവമക്കളെ, നിങ്ങളാരും പെന്തക്കോസ്തുകാരാകണ്ട, ദൈവമക്കളായിക്കൂടെ. തിരുവെടുത്ത് പറയുന്നത് പോലെ സത്യമെന്ന് വിശ്വസിക്കാൻ എന്താ കുഴപ്പം? നേരത്തെ പറഞ്ഞ പോലെ ചുമ്മാ കാര്യങ്ങൾ കേൾക്കാണെന്ന് കരുതണ്ട, കേൾപ്പിക്കുന്നതാ ദൈവം. എന്നാ അങ്ങനെയല്ലേ പിടിച്ചത്? ആമേൻ. ഈ തെന്നി നടക്കുന്നതൊക്കെ ചുമ്മാ തന്നെ നടക്കും, പിടിക്കും, കേൾപ്പിക്കും. നീ അത് വായിച്ചു. എന്റെ വചനം നീ കാത്തു, എന്റെ നാമം നീ നിഷേധിച്ചില്ല. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറഞ്ഞവരെ നീ എന്ത് ചെയ്തു? അതൊക്കെ പോട്ടെ. അതിനകത്തൊരു വാക്യമുണ്ട്, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഭൂതലത്തിലെങ്ങും വെളിപ്പെടുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. വചനം കാക്കുമോ? ഇനി ഒരു മിനിറ്റ് എല്ലാവരും എന്നോ നോക്കിയാട്ടെ, എല്ലാവരും എന്നോ നോക്കിയാട്ടെ, ഒരു സെക്കൻഡ് എന്നോ നോക്കിയാട്ടെ. വചനം അകത്തുള്ളവനെ സാത്താന്റെ പരീക്ഷയിൽ നിന്ന് ദൈവം പുറത്തു. ദൈവം ടെസ്റ്റ് പേപ്പറൊന്നും വെച്ചിട്ടില്ല കേട്ടോ. വചനം ഉണ്ടോന്ന് നോക്കും. ക്രിസ്തു അകത്തുള്ളവൻ കാക്കപ്പെടും, യേശു അകത്തുള്ളവൻ കാക്കപ്പെടും, വചനം അകത്തുള്ളവൻ കാക്കപ്പെടും. അവൻ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ എത്ര ഉടഞ്ഞു എന്ന് ലോകം പറഞ്ഞാലും അവൻ എഴുന്നേൽക്കും, അവൻ നടക്കും, അവൻ ഓടും, കഴുകനെ പോലെ ചിറകടിച്ച്. ഹല്ലേലൂയ, ആമേൻ. എത്ര ഉന്നത മലയിലിരിക്കുന്ന കഴുകൻ അവൻ തന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ ദൈവം തന്റെ മക്കളെ പഠിപ്പിക്കും. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, നിന്റെ കാലം കഴിഞ്ഞു എന്ന് പലരും പറയും. ശ്രദ്ധിച്ചോട്ടോ, നിന്റെ കാലം കഴിഞ്ഞു, നിനക്ക് സമയം കഴിഞ്ഞു, നിനക്കിനി രക്ഷയില്ല, നീ നരകത്തിൽ പോകും, നീ രക്ഷപ്പെടില്ല, നീ രോഗത്താൽ മരിക്കും. ഇതെല്ലാം പറയപ്പെടുന്നു. സഭയോട് പറയുന്നു, യേശു ക്രിസ്തുവിനോട് ഉടമ്പടി ചെയ്തവരോട് പറയുന്നു, ഇല്ല, നീ അങ്ങനെ മരിക്കത്തില്ല, നീ അങ്ങനെ രോഗിയായി തീരത്തില്ല, നീ അങ്ങനെ തകർന്നു പോകാൻ അനുവദിക്കത്തില്ല, നിന്റെ കുടുംബം അനാഥമാകാൻ അനുവദിക്കത്തില്ല, നീ കടഭാരത്തിൽ മുങ്ങി നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. കൈപ്പിഴ പറ്റി, നിനക്ക് അറിയത്തില്ലായിരുന്നു, പക്ഷെ നീ നശിച്ചു പോകരുതെന്ന് എനിക്ക് ആഗ്രഹമുള്ളതിനാൽ ഞാൻ നിന്നെ കാക്കും. നിന്നോട് സഭയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, എന്റെ വചനം നീ കാത്താൽ, എന്റെ വചനം നീ മാനിച്ചാൽ, എന്റെ വചനം നീ സൂക്ഷിച്ചാൽ, എന്റെ നാമത്തെ തള്ളി പറയാതിരുന്നാൽ, ഭൂതലത്തിലെങ്ങും പരീക്ഷ നടക്കുമ്പോഴും നിന്നെ അതിൽ പെടുത്താതെ എന്റെ കരത്തിൽ ഞാൻ സൂക്ഷിച്ചു കൊള്ളുമെന്നാണ്. കരത്തിൽ മാത്രം കൊടുക്കാം. ആമേൻ, ആമേൻ. വായിച്ചാട്ടെ 127 സങ്കീർത്തനം. 127 സങ്കീർത്തനം.
എൻ്റെ ദൈവം വീട് പണിയാതിരുന്നാൽ, എവിടെയെങ്കിലുമൊക്കെ ഞാൻ, ഇങ്ങനെ ശ്രദ്ധിച്ചാട്ടെ മക്കളെ, എവിടെയെങ്കിലുമൊക്കെ ഞാൻ പരാജയപ്പെട്ടു, എൻ്റെ കുടുംബജീവിതത്തിനകത്ത് ചോർച്ചകളും വീഴ്ചകളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു കാര്യം തിരിച്ചറിഞ്ഞ് സമ്മതിച്ചു കൊടുക്കുക, എൻ്റെ വീട്ടിൽ എൻ്റെ കർത്താവിനെ ഞാൻ അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഞാനത് വെല്ലുവിളിയോടെ തന്നെ പറയും. നിങ്ങൾ ഒരാഴ്ചക്കാലം അല്ലെങ്കിൽ ഒരു മാസക്കാലം ഒന്ന് പരിശോധിച്ചു നോക്കുക. ദൈവത്തിനെ യഥാർത്ഥമായി ഒന്ന് സ്നേഹിച്ചു നോക്കുക. അവൻ അത്ഭുത മന്ത്രിയല്ലേ? അവൻ വീരനാം ദൈവമല്ലേ? അവൻ നിത്യപിതാവല്ലേ? അവൻ സമാധാന പ്രഭുവല്ലേ? ഹല്ലേലൂയ. ആമേൻ. ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്നവനല്ലേ? ആമേൻ. അവൻ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നവനല്ലേ? വെള്ളത്തിന്റെ മീതെ നടന്നവനല്ലേ? മരിച്ചവനെ കല്ലറയ്ക്കകത്തുനിന്ന് പുറത്തെടുത്തവനല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മുടന്തനെ നടത്തിയ ദൈവമല്ലേ? കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ദൈവമല്ലേ? ഹല്ലേലൂയ. തകർന്ന കുടുംബങ്ങളെ പണിഞ്ഞ ദൈവമല്ലേ? എത്ര പേർ ഉയർത്തെഴുന്നേറ്റു, എത്ര പേർ സൗഖ്യമായി, എത്ര പേർ വ്യാധികളിൽ നിന്ന് പുറത്തു വന്നു, എത്ര പേരുടെ ദേഹം ബാലന്റെ ശരീരം പോലെ ആക്കി തീർത്തു അവൻ. ഹല്ലേലൂയ. ഈ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമല്ലയോ? ഇന്നും ജീവിക്കുന്ന ദൈവമല്ലയോ? അവൻ എൻ്റെ മണവാളൻ, എൻ്റെ ഉദയവൻ എന്ന് പറയുവാൻ എനിക്കെന്ത് കുറവ്? ഹല്ലേലൂയ. എന്നെ സൗഖ്യമാക്കുവാൻ കെൽപ്പുള്ളവൻ, ജീവനോടെ നടത്തുവാൻ കെൽപ്പുള്ളവൻ. വിശ്വസിക്കുന്നവരോട്, സ്നാനപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവിൽ പറയുന്നു, ഈ നാമം കൊള്ളാവുന്ന നാമം. വിട്ടുകളയല്ലേ. വഴിയരികിൽ വിൽക്കാൻ വന്നിരിക്കുന്നവരുടെ കൂടെ പോകരുതേ. എല്ലാ തകർച്ചകളുടെയും നടുവിൽ നിന്ന് പറയ്, അപ്പാ നീ ഉള്ളതിനാൽ ഈ മതിൽ ഞാൻ കടക്കും, നീ ഉള്ളതിനാൽ ഈ പ്രതിസന്ധി ഞാൻ കവർ ചെയ്യും, നീ ഉള്ളതിനാൽ ഞാൻ തകർന്നു പോകത്തില്ല. എന്റെ വഞ്ചിയെ ആടി ഉലയുന്നുണ്ടെങ്കിലും അത് മുങ്ങിപ്പോകത്തില്ല, അത് ആഴിയുടെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകത്തില്ല. നീ എനിക്ക് ദൈവമായി ഉണ്ടല്ലോ. യേശുവേ, എന്റെ ഭവനം നീ പണിയണം. ഹല്ലേലൂയ. അപ്പൊ നീ തിരിച്ചറിയും. അപ്പോൾ വായിച്ചട്ടെ, 127 മുഴുവൻ വായിക്കും. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന ഒരു കാര്യം പറയാണ്. രോഗഭയം പോലും മരിച്ചു പോകുമെന്ന് ഭയം. രോഗത്തെക്കുറിച്ച് ഭയമുള്ളവരോട് പരിശുദ്ധാത്മാവിൽ പറയും, നീ ആ രോഗത്താൽ മരിക്കുന്നു. എത്ര പേർക്ക് അത് വിശ്വാസം? ഇപ്പൊ നീ ഭയക്കുന്ന രോഗത്താൽ, അപ്പൊ പിന്നെ വേറെ ഏത് രോഗം? അതിന്റെ രോഗത്തെ ഭയന്നുകൊണ്ടിരിക്കണേ. ഹല്ലേലൂയ. ചാകാൻ വേണ്ടി പ്രത്യേകിച്ച് രോഗമൊന്നും വേണ്ട. ഒരു കൊതുവൊന്ന് കുത്തിയാലും മതി, ഒത്താലൊത്തും. ആമേൻ. വേണ്ടതുപോലെ ഒരു പനി വന്നങ്ങ് വലിച്ചു നേറിയാലും മതി. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ആകുലപ്പെടാതെ സന്തോഷിച്ച് മേലോട്ട് കയറി വാ. ജീവിക്കുന്ന ദൈവത്തോട് കൂടെ ചേർന്ന് ജീവിക്കുക. ചാഞ്ഞു പോകുന്ന പറയുമ്പോൾ അവന്റെ കാലിൽ പിടിച്ച് കെട്ടിക്കിടക്കും. ഹല്ലേലൂയ. എന്നെ അനുഗ്രഹിക്കാതെ വിടില്ലപ്പാ എന്ന് പറയും. പറയോ? എന്ത് പറയും ആമി? എന്ത് പറയും? എന്ത് പറയും? എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, എന്നെ സൗഖ്യമാക്കിയിട്ടല്ലാതെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ പറയുന്നു, നീ അതേ രോഗത്താൽ, നീ ഭയപ്പെടുന്ന രോഗത്താൽ നീ മരിക്കുക. അങ്ങനെയാണെങ്കിൽ പാസ്റ്റർ വേറെ ഏതെങ്കിലും അസുഖമൊന്നും മരിക്കുന്നല്ലോ അതിന്റെ അർത്ഥം? അതെനിക്കറിയത്തില്ല. നീ ഇപ്പൊ പേടിക്കുന്ന വിഷയത്തിന്റെ മേൽ നീ ഭാരപ്പെടും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അടുത്ത വാക്യം. ഒരു മനുഷ്യന്റെ പ്രകൃതിയാണ്. ചിലര് 11 മണിക്കായിരിക്കും ഉറക്കം എഴുന്നേക്കണം. ജോലിയൊന്നും ഇല്ലാത്ത പോലെ ഇരിക്കും. ഇവിടെ ഭയങ്കര അധ്വാനശീലന്റെ ഭാര്യ കണ്ടോ, അവന്റെ ഓവൻ എഴുന്നേൽക്കും. ചിലർ പറയും, ഞാൻ 4 മണിക്ക് എഴുന്നേൽക്കും, നീ 3:30 എഴുന്നേറ്റ് എനിക്ക് ചായ ഇട്ട് തരണം. ചായ പോയിട്ടൊരു കാടി വെള്ളം പോലും തരാം. ഈ എഴുന്നേറ്റ് പോയിട്ട് വരുന്നതോ അർദ്ധരാത്രി. എന്നത്തിനാ നിങ്ങൾ ജീവിക്കണേ? ഇനി വരുമ്പോൾ കൈ നിറയെ ചാളമീനും പിന്നെ വറ്റൽ മീനും ഒക്കെ കൊണ്ടുവരുമോ? വെറുകയോടെ വരും. പലതും കയ്യിൽ ബാക്കിയുണ്ടോ? അക്കൗണ്ടിൽ വല്ലതും ഉണ്ടോ? ഒരു 1000 രൂപ കടന്നു തരുമോ? കണ്ടിട്ട് നാളുകളായി. രാവിലെ തുടങ്ങി അധ്വാനം. ഇന്ന് ആത്മാവിൽ പറയുന്നു, നിന്റെ വഞ്ചിയിൽ, നിന്റെ പടകിൽ
സ്വർഗത്തിലെ ദൈവം കാൽ ചവിട്ടും. ആമേൻ. വായിക്കാം യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം. എന്തിലാണോ 3-ലാണോ? ഇപ്പൊ നടത്താൻ കേട്ടോ, ആരും പേടിക്കണ്ട. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിച്ചാൽ. നീ ഇവിടെ വന്ന് യഹോവയുടെ വചനം കേൾപ്പിൻ. അടുത്ത് എത്ര പേർ വിശ്വസിക്കും? സഹോദരങ്ങൾ, എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്ന ദൈവസ്ഥലിൽ കരമെടുത്ത് പറയുക, ജീവനുള്ള ദൈവം എന്റെ ഇടയിൽ ഉണ്ട്, ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ നോക്കുമ്പോൾ വെള്ളിയാഴ്ച കൊന്നു. എങ്ങനെയുണ്ട് ദുഃഖവെള്ളി എന്ന് പേര് കിട്ടിയെന്നാണ്. ഇംഗ്ലീഷിലാണ് ഗുഡ് ഫ്രൈഡേ എന്നാണ്. ഇത് ആരെ ദുഃഖവെള്ളിയാക്കിയെന്ന് ഇവിടുത്തെ? ഞാൻ ഇന്നലെ മൊത്തം ഇരുന്ന് ഞാൻ മൊത്തം ഇത് ആലോചിച്ചു. ആരായിരിക്കും ഈ പുള്ളി? ആരായിരിക്കും ഈ കടുകൈ ചെയ്തത്? എനിക്കൊരു പിടുത്തവും കിട്ടിയ സത്യമാണ് ഞാൻ ചിന്തിച്ചതാ. ഗുഡ് ഫ്രൈഡേ എങ്ങനെ ദുഃഖവെള്ളിയായി? ഒരു ലിംഗ്വിസ്റ്റിക് അഡ്ജസ്റ്റ്മെന്റ് വേണ്ടേ? അതുപോലെ വെള്ളിയാഴ്ച കൊന്നു, കൊണ്ട് കുടിച്ചിട്ടു, ശനിയാഴ്ച വിശ്രമം, ഞായറാഴ്ച കള്ളുകൂടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ രാത്രി അവിടെ ഇങ്ങനെ ഇറച്ചിക്കടയുടെ അവിടെ ഒരാളിങ്ങനെ നിൽക്കുവാണ്. ഞാൻ അവിടെ ചെന്ന് അങ്ങനെ നിന്നിട്ട് കുറച്ച് പേരുള്ളൂ, ബാക്കിയുള്ളവർ 6-7 കാളയൊക്കെ വെട്ടിക്കൊണ്ടുപോയി. അപ്പൊ ഞാൻ ചന്ദ്രൻ നീ പോകുന്നില്ലേ, ഉറക്കം വരുന്നില്ലേ? കരുതിയത് തീർന്നു പോയി. അപ്പൊ ഞാൻ നീ കുടിക്കോ? ലേശം കരുതിയത് തീർന്നു. എന്ന് വെച്ചാൽ ഇത് ആകാൻ വേണ്ടി കാത്തിരുന്നു. ഏതാണ് ഈസ്റ്റർ ആകാൻ വേണ്ടി 12 മണിക്കാണ് ഈസ്റ്റർ ആരംഭിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരൻ അതിനു മുമ്പേ കുടിച്ചിട്ട് എന്ത് ചെയ്യാണ്? അത് നിൽക്കുന്നത് ഇങ്ങനെ ഉറക്കം വരാതെ. എന്നോട് ഭയങ്കര സ്നേഹം, ചർച്ചൊക്കെ ഇങ്ങനെ പോകും, എല്ലാവരും വരുന്നുണ്ടല്ലോ, ഇതൊക്കെ പറയുക. ഞാനിവനെ നോക്കിയിട്ട് പറഞ്ഞു, നീ കുടിച്ചോ? തീർന്നുപോയി, എവിടെ കിട്ടുമെന്ന് അറിയാതിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ പല മനുഷ്യരുണ്ട്. ദൈവത്തിന്റെ മക്കൾ, നിങ്ങൾ പറയുക, നമ്മുടെ ഇടയിൽ ജീവനുള്ള ദൈവമുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? എന്റെ ഇടയിൽ, എന്റെ ഹൃദയത്തിൽ, ഈ ആലയത്തിൽ ജീവനുള്ള ദൈവമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ കുടുംബം തകരാതിരിക്കുന്നത്. എത്ര വിശ്വസിക്കുന്നു? അതുകൊണ്ടാണ് വീടിനകത്ത് പോലീസ് കയറാതിരിക്കുന്നു. അല്ലാതെ പദവിയുള്ളത് കൊണ്ടൊന്നുമല്ല. അതുകൊണ്ടാ കള്ളത്തനങ്ങളൊക്കെ പിടിക്കാതെ പലപ്പോഴും കാത്തു സൂക്ഷിക്കുന്നേ. നിന്നെ പരസ്യ കാഴ്ച ഇല്ലാതെ നടത്തുന്നേ. ചിലർ പരസ്യ കാഴ്ചയിൽ നടത്തപ്പെടുന്നുണ്ടെങ്കിൽ ഓർത്തോ, സൈൻ ബോർഡുകളെ അവഗണിച്ചാൽ കുഴിയിൽ വീഴും. അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ പോകരുത്. അല്ല, എന്തെന്ന് ഞാൻ നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ പോയാൽ ഒരു ശബ്ദം കേൾക്കും, കുഴിയിലോട്ട് വീണതാ. ആഘാതത്തിൽ പോയപ്പോഴുള്ള ശബ്ദമാണ്. പിന്നെ കയറിട്ടൊക്കെ വലിച്ച് കയറ്റിയൊക്കെ ഓക്കെ. അടുത്ത് വായിച്ചാട്ടെ. എന്റെ ഇടയിൽ അതെ സാർ, ഞാൻ നിർത്താൻ പോവാ. ഇത് വായിച്ചെങ്കിൽ ജീവനുള്ള ദൈവം ഉണ്ടെന്ന് കേട്ടിട്ട് മരിച്ച ശവങ്ങളെ പോലെ ചിലരിക്കുന്ന മറ്റും ഭാവം കണ്ടു കഴിഞ്ഞാൽ പെട്ടുപോയത് കൊണ്ട് ഇപ്പൊ വാതിലടച്ചു എന്നൊക്കെ പറയുകയും ചെയ്തു. കാവൽക്കാരുണ്ടെന്ന് പറയും, ഇറങ്ങിപ്പോവാനും നിവർത്തിയില്ല. ഇങ്ങേര് നിർത്തിയിട്ടല്ല, എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പെട്ടതുപോലെ ഇരിക്കാം. ഹല്ലേലൂയ, ആമേൻ. ജീവനുള്ള ദൈവമുണ്ട്. എനിക്കെന്ന് യേശു ഇറങ്ങി വരും. അഭിഷേകത്തിൽ വെച്ചാൽ അതിനെന്താ കുഴപ്പം? ഇത് ഡ്രം സെറ്റും ഒക്കെ ഒഴിച്ചു കൂടെ കൊടുത്തു തുള്ളിലും ചിങ്കാരി വെള്ളം അടിച്ച് നിങ്ങളെല്ലാം തുള്ളുവോ? യോശുവ പറയുന്നു, പെട്ടകം ചുമക്കുന്ന ലേവ്യ, നിന്റെ കൂടെ യഹോവയുണ്ട്, ജീവനുള്ള ദൈവമുണ്ട്. ആമേൻ.
കലങ്ങി മറിയുന്ന യോർദാൻ നീ കടക്കുകയില്ല. നിന്റെ ബുദ്ധി കൊണ്ട് കടക്കാൻ സാധിക്കത്തില്ല. നിന്റെ വഞ്ചി കൊണ്ട് കടക്കാൻ സാധിക്കത്തില്ല. ഇല്ല, ഞാൻ പോൾ വാൾട്ട് ചാടിപ്പോകും, തടുക്ക് വീഴും. ഞാൻ കുത്തിച്ചാടിപ്പോകും. മറ്റേ പേപ്പർ വഞ്ചി ഉണ്ടാക്കി പോകും. വഞ്ചി മുന്നോട്ട് പോകും, പക്ഷെ ആഴങ്ങളിലേക്ക്, കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കണമെന്ന് മാത്രം. അങ്ങനെ വഞ്ചി തൊഴിയുന്ന ചിലതിനോടാ ഈ പറയണേ. ഹല്ലേലൂയ. പെട്ടകമകത്തുണ്ടെങ്കിൽ, യഹോവയെ മാനിക്കുന്ന ഹൃദയമുണ്ടെങ്കിൽ, നിന്റെ മുമ്പിൽ ഇന്ന് ഈ യോർദാൻ നിൽക്കാൻ പോവുകയാണ്. വായിച്ചു. ആ ആ ആ ആ ആ ഇതാ സർവഭൂമിക്കും നാഥനായവന്റെ നിയമപെട്ടകം, യേശു എന്ന നാമം. സർവഭൂമിക്കും നാഥനായവന്റെ നിയമപെട്ടകം, യേശു എന്ന നാമം. ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്ന നാമം, എല്ലാ അധികാരങ്ങളെയും ആയുധവർഗം വഹിപ്പിച്ച നാമം, അന്യനെന്ന മേലെടുത്ത് മായ്ച്ചു കളഞ്ഞ നാമം. വംശങ്ങൾ, ഗോത്രങ്ങൾ, കുലങ്ങൾ, ജാതികൾ ഏവർക്കും ഒരേ ഒരു കർത്താവ്. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. ഇപ്പൊ വായിച്ച വാക്യം വായിച്ചേ. സർവഭൂമിക്കും. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി കേട്ടോ. വിശ്വസിച്ചില്ലെന്ന് കുറച്ച് കുഴപ്പമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ. അവൻ സർവഭൂമിക്കും. ആ ആ ഓ ഒരു അറശലമിനക്കലമിയ. നിനക്ക് മുമ്പായി യോർദാൻ കിടക്കും. ആദ്യം കിടക്കുന്നത് നിയമപെട്ടകമാണ്. യോഹന്നാൻ 10 പറയുന്നു, ഇതാ ഞാൻ നിനക്ക് മുമ്പായി പോകുന്നു, ഇതാ ഞാൻ നിനക്ക് മുമ്പായി നടക്കുന്നു. ഹേ ലേവ്യ, ഹേ അകത്ത് നാമമുള്ളവനെ, നീ ഭയപ്പെടേണ്ട, നിന്നെ അക്കരെ കടത്തില്ലെന്ന് പറയുന്ന യോർദാനെ ഞാൻ നിർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. നീ വിശ്വസിക്ക. യേശു എന്റെ കൂടെയുള്ളതിനാൽ വിശ്വസിക്ക, വിശ്വസിക്ക. ഹല്ലേലൂയ. യേശു എന്റെ എത്ര കാര്യങ്ങളാണ് ദൈവം നടത്തി തന്നിരിക്കുന്നത്. ഒരു നാൾ കരുതി ഞാൻ ഏകനെന്ന്, അന്നാളിൽ അവൻ എന്നോടു ചൊല്ലി. കൂടെയുണ്ട് ലോകാന്ത്യത്തോളവും ഇരിക്കുന്ന നിന്നോട് കൂടെയുണ്ട്. ഒരു നാൾ കരുതി ഞാൻ ഏകനെന്ന്, അന്നാളിൽ അവൻ എന്നോട് ചൊല്ലി. എത്ര സമയം ഏകാന്തത തോന്നുമല്ലേ? ഒറ്റപ്പെട്ടെന്ന് തോന്നിയില്ലേ? എന്നെ മാനിച്ചില്ല എന്നൊക്കെ തോന്നിയില്ലേ? ഒറ്റപ്പെട്ടെന്ന് തോന്നിയില്ലേ നിങ്ങൾക്ക്? പക്ഷെ കർത്താവ് പറയുക, എൻ്റെ മകനെ, മകളെ, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ഒരു നാളല്ല, അന്ത്യം വരെയും ആശ്വസിപ്പിക്കും. ആമ്പി വായിച്ചോട്ടെ. ആയിരം കൊണ്ടിരിക്കാതെ അതിനടുത്ത് വായിക്കും. ആ ആ ആ സർവഭൂമിയുടെയും നാഥനായ, ശ്രദ്ധിക്കണം, ആ വാക്യം ശ്രദ്ധിക്കണം, യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളം കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ ആ നമ്മള് കാല് ചവിട്ടിയിട്ടും വെള്ളം വലിച്ചുകൊണ്ട് പോണ എന്താണെന്നറിയാം? പെട്ടകമില്ല, അകത്താരില്ല. പെട്ടകമില്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ചെറിയ ഒഴുക്കുമതി നമ്മുടെ അടുത്തോണ്ട് പോകാൻ. കലങ്ങി മറിയുന്ന യോർദാൻ, പെട്ടകം ചുമക്കുന്നവൻ, പ്രതികൂലങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ ആത്മാവിൽ അരുളപ്പാട് അറിയിക്കുന്നു. പെട്ടകം അകത്തുള്ളവൻ, വചനം സൂക്ഷിക്കുന്നവൻ, നാമത്തെ കാക്കുന്നവൻ, അവന്റെ ഉള്ളം ചാൽ
ഉള്ളംകാൽ പ്രതികൂലങ്ങളുടെ മധ്യ അവൻ ചവിട്ടിയപ്പോൾ തന്നെ ഹല്ലേലൂയ വിഴുങ്ങുമെന്ന് വാദിച്ച യോർദാൻ, കലങ്ങി മറിയുന്ന യോർദാൻ മുറിച്ചു നീക്കുന്നത് പോലെ അങ്ങനെ തന്നെ നിന്നു. അത്രമേൽ പവറാണ് ഈ നാമത്തിന്. ഇങ്ങനെ വെള്ളം ഇവിടെ കെട്ടിപ്പൊക്കപ്പെടുമ്പോ ഇപ്പുറത്ത് വെള്ളം ഒഴുകി കടലിലേക്ക് പോയി. അവർ ഉണങ്ങിയ നിലത്തെന്നതുപോലെ കടന്നുപോയി. നീ വാക്യം വായിച്ചട്ടെ. ആ ആ ആ ആ ആ ആ ആ കണ്ടോ? നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ, ദൈവവചനം ചുമക്കുന്ന രാജകീയ പുരോഹിതന്മാരെ, വിശുദ്ധ വംശമേ, ഹല്ലേലൂയ, സ്വന്തം ജനമേ, പെട്ടകമില്ലാതെ നടക്കരുത്, വചനമില്ലാതെ യാത്ര ചെയ്യരുത്, വചനമില്ലാതെ കൂടാരങ്ങളിൽ പാർക്കരുത്, വചനമില്ലാതെ പ്രതികൂലങ്ങളുടെ മധ്യേ ഇറങ്ങിച്ചെല്ലരുത്, നീ മുങ്ങിപ്പോകും. എന്നാൽ പറയുന്നു, പെട്ടകം ചുമക്കുന്ന ലേവ്യൻ മുമ്പേ നടന്നു. ജാതികൾ നോക്കുമ്പോ ഈ പ്രതികൂലം ഇവരുടെ മുമ്പിൽ എങ്ങനെ ഇവർ കടക്കും? അവരുടെ കയ്യിൽ ഒരു തടിയില്ല, വടിയില്ല. യോർദാനെ പിളർക്കാൻ വടിയുണ്ടായിരുന്നു, ചെങ്കടലിനെ പിളർക്കാൻ. എന്നാൽ യോർദാനെ പിളർക്കാൻ പെട്ടകം ചുമന്നാൽ മതി. ഹല്ലേലൂയ. ഇത് ചുമന്നുകൊണ്ടവർ ഉള്ളം കാൽ ഈ യോർദാനിൽ ചവിട്ടുമ്പോൾ തന്നെ രണ്ടായി അത് വിഭാജിക്കപ്പെട്ടു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നത് വൃഥാവിലാണ്. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വെറുതെയാകും. ഒരുവൻ അധികാലത്ത് എഴുന്നേറ്റ് തന്റെ ഉപജീവനത്തിനായി അർദ്ധരാത്രി നന്നേ താമസിച്ചുറങ്ങാൻ കിടക്കുന്നത് വ്യർത്ഥമത്രേ. യഹോവ തന്റെ പ്രിയനത് ഉറക്കത്തിൽ എന്നതുപോലെ കൊടുക്കും. ഹല്ലേലൂയ. വായിക്കാം 21 വെളിപ്പാട് പുസ്തകം 21 വാക്യം വായിച്ചു നിർത്താം. ആ ആ ആ ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവമക്കളെ, തകർന്നു പോകരുത്, തളർന്നു പോകരുത്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം ജയിക്കും നിശ്ചയം. ആ നാമം നമ്മെ സ്നേഹിച്ചുവെങ്കിൽ നാം പരാജയപ്പെടുകയില്ല. ആ നാമത്തെ നാം മാനിച്ചുവെങ്കിൽ ദൈവം നമ്മെ മാനിക്കും. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ ഉണ്ടല്ലോ, വായിച്ചു. ആ അടുത്തിരിക്കുന്ന ആളുടെ കരം കൊടുത്ത് പറയുക, നിന്റെ കണ്ണിൽ നിന്നോ നിന്റെ കണ്ണുനീരെല്ലാം ദൈവം തുടച്ചു കളയും. സ്നേഹം കൊടുത്ത് പറയാമോ, നിന്റെ കണ്ണിൽ നിന്ന് നിന്റെ കണ്ണുനീരെല്ലാം ദൈവം തുടച്ചു കളയും. അവനോട് പറഞ്ഞാട്ടെ, നിന്റെ കണ്ണിൽ നിന്ന് അവിടെ നിന്റെ കണ്ണുനീരെല്ലാം ദൈവം തുടച്ചു കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ തുടച്ചാലും വീണ്ടും ഒഴി വരുമെന്നേ. നമ്മൾ ചിലരെ തുടച്ചാലും എന്ത് ചെയ്യും എന്നല്ല ഈ പറഞ്ഞല്ലോ. പക്ഷെ കർത്താവ് തുടച്ച ഹന്നയ്ക്ക് തുടച്ചതുപോലെ ഇരിക്കും. പിന്നെ കരയാൻ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. കരമച്ചൊരു മഹത്വം കൊടുത്താണ്. ആ